ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ ഈ താല്പര്യത്തിന് നന്ദി പറയുന്നു. തിരക്കേറിയ ഈ ജീവിതത്തിനിടയിലും ദൈവവചനം പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നതിൽ അത് നിശ്ചയമായും ദൈവവചനം തന്നെയായ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, അവിടുത്തെ റൂഹായെ അയച്ച് ഈ വചനമനുസരിച്ച് ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് കാണുന്നത് സുവിശേഷങ്ങളിൽ നാലാമത്തേത് ആയ യോഹന്നാൻ്റെ സുവിശേഷമാണ്. സുവിശേഷങ്ങൾ ഏറ്റവും അവസാനം എഴുതപ്പെട്ടത് യോഹന്നാൻ്റെയാണെന്നാണെന്ന് നമുക്കറിയാം. എഴുതപ്പെടുന്നത് ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദശകത്തിലാണ്. അതായത് ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി, 90-നും 100-നും ഇടയ്ക്കാണ്. ഏറ്റവും അവസാനം മരിക്കുന്ന സ്ലീഹ യോഹന്നാനാണല്ലോ. അദ്ദേഹത്തിൻ്റേത് സ്വാഭാവിക മരണമാണ്. അദ്ദേഹം മതപീഡനമൊക്കെ ഏൽക്കുകയും പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും ഒക്കെ ചെയ്തുവെങ്കിലും അദ്ദേഹം അവസാനം മരിക്കുന്നത് പ്രായം ചെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രായം ചെന്ന് മരിക്കുന്ന സ്ലീഹായും യോഹന്നാനാണ്. അങ്ങനെ ജീവിതത്തിലൂടെ ഒരു രക്തസാക്ഷിത്വം ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് അങ്ങനെ അവസാന ശ്വാസം വരെ സാക്ഷ്യം വഹിച്ച് ജീവിച്ച വ്യക്തിയാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിന് 21 അധ്യായങ്ങളാണുള്ളത്. ഈ അധ്യായങ്ങളിൽ ഒരിടത്തും യോഹന്നാൻ പേര് പറയുന്നില്ല. ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് സ്വയം യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഇത് കാണുന്നത് 13-ാം അധ്യായത്തിൽ അന്ത്യത്താഴ വേളയിൽ യോഹന്നാൻ അന്ത്യത്താഴം വിവരിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന രംഗമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈശോ പാദങ്ങൾ കഴുകി നിങ്ങൾക്ക് മാതൃകയായി തന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒറ്റുകാരനെ കുറിച്ചുള്ള സൂചന പറയുമ്പോൾ 23-ാം വാക്യം, 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ശിഷ്യന്മാരിൽ ഈശോ സ്നേഹിച്ചിരുന്ന ഒരുവൻ അവൻ്റെ മാറിൽ ചാരിക്കിടന്നിരുന്നു. അപ്പോൾ അവനോടാണ്, പിന്നെ യോഹന്നാനോടാണ് ഈ പറയുന്ന മാറിൽ ചാരിക്കിടന്ന സ്ലീഹായോട് ആണ് പത്രോസ് ചോദിക്കുന്നത്, ആംഗ്യം കാണിച്ച് ചോദിക്കുന്നത്, ആരാന്ന് ചോദിക്കുക ഒറ്റിക്കൊടുക്കാനിരിക്കുന്നത് എന്നൊക്കെ ഉള്ള സംഭവം നമുക്കറിയാവുന്നതാണ്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പരാമർശം കാണുന്നത്. ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, ദ ഡിസൈപ്പിൾ ഹും ജീസസ് ലവ്ഡ്, ദ ബിലവഡ് ഡിസൈപ്പിൾ. പിന്നീട് ഈ സ്ലീഹായെ നമ്മൾ 18-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ പിലാത്തോസിൻ്റെ മുൻപിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പത്രോസിന് അകത്ത് കയറാൻ സഹായിക്കുന്നത് യോഹന്നാനാണ്. 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ ശിമയോൻ കേപ്പായും മറ്റൊരു ശിഷ്യനും ഈശോയുടെ പിന്നാലെ പോയി. പ്രധാനാചാര്യന് ആ ശിഷ്യനെ പരിചയമുണ്ടായിരുന്നു. അതിനാൽ ആ ശിഷ്യൻ ഈശോയോടുകൂടെ മുറ്റത്ത് പ്രവേശിച്ചു. ശിമയോൻ പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ പ്രധാനാചാര്യന് പരിചയമുണ്ടായിരുന്നു മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരിയോട് പറഞ്ഞ് ശിമയോനെ അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആ പ്രധാനാചാര്യനോട്, പ്രധാന പുരോഹിതനോട് ഒരല്പം ബന്ധമൊക്കെ പരിചയമുള്ള ഒരു സ്വാധീനം ഒക്കെ ഉണ്ടായിരുന്നയാളായിരുന്നു യോഹന്നാൻ എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 19-ാം അധ്യായത്തിൽ ഈശോ കുരിശിൽ മരിക്കുമ്പോഴാണ് യോഹന്നാനെ നമ്മൾ വീണ്ടും ഈ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നുള്ള പ്രയോഗം കാണുന്നത്. അത് 19-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിലാണ്. ഈശോയുടെ കുരിശിനടുത്ത് അവൻ്റെ അമ്മയും അവൻ്റെ അമ്മയുടെ സഹോദരിയും കലിയോപ്പയുടെ ഭാര്യയായ മറിയവും മഗ്ദലക്കാരി മറിയവും നിന്നിരുന്നു. തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന് നിൽക്കുന്നത് കണ്ട് ഈശോ അമ്മയോട് അരുൾ ചെയ്തു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. പിന്നെ ആ ശിഷ്യനോട് അരുൾ ചെയ്തു, ഇതാ നിൻ്റെ അമ്മ. ആ സമയം മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ അടുക്കൽ സ്വീകരിച്ചു, തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു, തന്നിലേക്ക് തന്നെ സ്വീകരിച്ചു എന്നൊക്കെയാണ് പരിഭാഷ. വീണ്ടും നമ്മൾ 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഉത്ഥാനത്തിന് ശൂന്യമായ കല്ലറയിലേക്ക് പോകുന്നത്, ഞായറാഴ്ച അതിരാവിലെ ഇരുട്ടായിരിക്കെ തന്നെ മഗ്ദലക്കാരി മറിയം കല്ലറയിലേക്ക് വന്നു. കല്ലറ അടച്ചിരുന്ന കല്ല് മാറ്റിയിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ വേഗം ഓടി ശിമയോൻ കേപ്പായുടെയും ഈശോ സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്ന് പറഞ്ഞു, നമ്മുടെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ളത്. വീണ്ടും ഇത് കേട്ട് കഴിഞ്ഞ് കല്ലറയിലേക്ക് ഓടുന്നതിൽ യോഹന്നാനാണ് മുമ്പിലുള്ളത്. ഈശോ സ്നേഹിച്ച ശിഷ്യനാണ്. ഞായറാഴ്ചയായ 19-ാം വാക്യം മുതൽ 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ ഞായറാഴ്ചയായ എന്ന് വൈകുന്നേരം ശിഷ്യന്മാർ സമ്മേളിച്ചിരുന്ന മുറിയുടെ വാതിലുകൾ യഹൂദരെക്കുറിച്ചുള്ള ഭയം നിമിത്തം അടച്ചിരിക്കെ ഈശോ വന്ന്, അല്ല അതിനു മുൻപ് തന്നെ 20-ാം അധ്യായത്തിൽ ഈ നമ്മൾ മുമ്പേ വായിച്ചതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. അപ്പോൾ മഗ്ദലന മറിയം അന്ന് പറഞ്ഞു കഴിയുമ്പോൾ 4-ാം വാക്യത്തിൽ കാണുന്നു. എന്നാൽ 3-ാം വാക്യത്തിൽ എവിടെയാണ് വെച്ചതെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ, ഉടനെ ശിമയോനും മറ്റേ ശിഷ്യനും കൂടി കല്ലറയിലേക്ക് പോയി.
അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ ശിമോനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയെങ്കിലെത്തി. അയാൾ അകത്തേക്ക് നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് കണ്ടു, എന്നാൽ അകത്ത് പ്രവേശിച്ചില്ല. അയാളുടെ പിന്നാലെ വന്ന ശിമയോൻ കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയതും തൂവാല കച്ചയോടുകൂടി അല്ലാതെ വേറൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. ആദ്യം കല്ലറയെങ്കിൽ വന്ന മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന 13-ാം അധ്യായത്തിൽ കണ്ടു തുടങ്ങുന്നത് 18, 19 അധ്യായങ്ങളിൽ 20 അധ്യായങ്ങളിൽ നമുക്ക് കാണുന്ന പേര് പറയാത്ത എന്നാൽ വിശേഷണം കൊണ്ട് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്നാണ് യോഹന്നാൻ സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യ രംഗത്ത് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ഈശോയുടെ മാറിൽ ചാരിക്കിടക്കുന്ന യോഹന്നാനെയാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യഹൂദരുടെ പെസഹ ആചരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളിന്ന് ഈ നമ്മൾ ചിത്രീകരണങ്ങളിൽ കാണുന്നത് പോലെ നമ്മളിന്ന് ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുന്നത് പോലെയല്ല അന്ന് അന്ത്യത്താഴത്തിന് ഇരുന്നിരുന്നത്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ നിലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ നിലത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് റിക്ലൈൻ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചെമ്പരം പടിഞ്ഞല്ല, അല്ലാതെ കാല് ഒരു വശത്തേക്ക് മടക്കി, അപ്പോൾ മറുവശത്തേക്ക് നമ്മുടെ ശരീരം ഒരല്പം ചെരിഞ്ഞിരിക്കും. അപ്പോൾ ആ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം അടുത്തിരിക്കുന്ന ആളിൻ്റെ തോളിലോ അല്ലെങ്കിൽ മാറിലോ ഒക്കെ അങ്ങനെ ഒരു ആളിനെ ചാരിയിരിക്കുന്ന രീതി വരും അത്. അപ്പോൾ അങ്ങനെ ഈശോയുടെ ഏറ്റവും അടുത്തിരുന്ന യോഹന്നാൻ വലതുവശത്ത് ഇരുന്നിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അതിന് ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ ഈശോയുടെ മാറിൽ ചാരിയിരുന്നു എന്ന് പറയുമ്പോൾ ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നതുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് അനാദി മുതലേയുള്ള വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. ആ വചനമാണ് മനുഷ്യന് രൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത്, നമ്മുടെ ഇടയിൽ വസിച്ചത് എന്ന് പറഞ്ഞിട്ട് 18-ാം വാക്യത്തിൽ പറയുകയാണ്, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിൻ്റെ വക്ഷസിലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മാറിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയത്. അപ്പോൾ പിതാവിനോട് സത്തയിൽ ഒന്നായിരിക്കുന്ന, അപ്പോൾ അതിനെ സൂചിപ്പിക്കാനായിട്ട് പിതാവിൻ്റെ മാറിൽ ചാരിയിരിക്കുന്ന പിതാവിൻ്റെ ബൂസം, ദ ബൂസം ഓഫ് ദ ഫാദർ എന്ന് ചില പരിഭാഷകളിൽ കാണാം. സോ ക്ലോസ് ടു ഹിസ് ഹാർട്ട്. അതായത് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന കാര്യം തന്നെയാണ്, അത് പറഞ്ഞു തന്നെയാണ് 18-ാം വാക്യത്തിൽ അവസാനിപ്പിക്കുന്നത്. പിതാവിനോട് വശത്തിൽ ചാരിയിരുന്ന, പിതാവിനോട് അത്രയും ഇൻറ്റിമേറ്റ് ആയിരുന്ന. അപ്പോൾ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യോഹന്നാന് ഈശോയോടുള്ള ബന്ധം അനാദി മുതലേ പുത്രനായ ഈശോയ്ക്ക് പിതാവിനോടുള്ള ബന്ധം പോലെയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. തോമാസ് ശ്ലീഹ ഈശോയുടെ മാറിലെ വിലാവിലെ മുറിവ് കാണണമെന്നും അവിടെ തുടരണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ആഗ്രഹിച്ചത് ആ ബന്ധം തന്നെ തോമാസ് ശ്ലീഹായ്ക്ക് ഉണ്ടാകണമെന്നാണ്. നമ്മുടെ 20-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് തോമാസ് ശ്ലീഹ ശാഠ്യം പിടിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് ഉചിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് എനിക്ക് അവനെ കാണണം, അവൻ്റെ മുറിവ് കാണണം, അവൻ്റെ വിലാവിലെ മുറിവിൽ എൻ്റെ കൈ വയ്ക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥവും പിതാവായ ദൈവത്തോട് പുത്രനായ ഈശോയ്ക്കുള്ള ആ ബന്ധം 1:18 കാണുന്നത്. 13-ാം അധ്യായത്തിൽ അതിന് സമാനമായ രീതിയിലാണ് യോഹന്നാന് ഈശോയോടുള്ള ബന്ധം. ആ ബന്ധം അതിനൊരു അല്പം കൂടെ തീക്ഷ്ണമായിട്ട് തനിക്ക് വേണമെന്നാണ് 20-ാം അധ്യായത്തിൻ്റെ അവസാനം നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ആവശ്യപ്പെടുന്നത്. എന്നിട്ടാണ് പറയുന്നത്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവവും, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയുന്ന മാർവാലാഹ്, ആ വലിയ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കേൾക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. ഇതാണ് എഴുതുന്നത് എഫേസൂസിലെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. എഫേസൂസ് നമുക്കറിയാം, ഏഷ്യ മൈനറിലെ പൗലോസ് ലീഹ കത്തെഴുതിയിട്ടുള്ളതും എഫേസൂസുകാർക്കുള്ള കത്ത് നമുക്ക് പരിചിതമാണ്. പൗലോസ് ലീഹ ഞാനവിടെ സുവിശേഷം അറിയിച്ചതെങ്കിലും പിന്നീട് എഫേസൂസിലെ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ യോഹന്നാൻ ശ്ലീഹായെ കാണുന്നത്. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലമെന്നുമാണ് പാരമ്പര്യം സാക്ഷിക്കുന്നത്. ആദ്യകാലം മുതൽ തന്നെ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ സുവിശേഷം യോഹന്നാനാണ് എഴുതിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ ഇടയിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പം വേറെ ചില സംശയങ്ങളൊക്കെ, അത് യോഹന്നാൻ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല, യോഹന്നാൻ്റെ ഏതെങ്കിലും ഒരു ശിഷ്യനാകാം, സെക്രട്ടറി ആകാം. കാരണം യോഹന്നാനെക്കുറിച്ച് തന്നെ ഉള്ള വളരെ ഹൈ ആയിട്ടുള്ള വിവരണങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ യോഹന്നാൻ്റെ ഒരു സമൂഹം, യോഹന്നാൻ സുവിശേഷം പ്രസംഗിച്ചിരുന്ന ഒരു സമൂഹമാകാം. അങ്ങനെ ഒരു പുസ്തകം തന്നെ ഇംഗ്ലീഷിലുണ്ട്.
നിങ്ങൾക്കൊക്കെ പരിചിതനായ റെയ്മണ്ട് ഇ ബ്രൗൺ എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരൻ, ദൈവശാസ്ത്രജ്ഞൻ, ബൈബിൾ പണ്ഡിതൻ, അദ്ദേഹം ദ കമ്മ്യൂണിറ്റി ഓഫ് ദ ബിലവഡ് ഡിസൈപ്പിൾ എന്ന പേരിലൊരു പുസ്തകം തന്നെ ഈ ഒരു ഹൈപ്പോത്തസിസ് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുമുണ്ട്. അതായത് സുവിശേഷം രൂപം കൊണ്ടത് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം അറിയിച്ച് രൂപം നൽകിയ, അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ സുവിശേഷം അറിയിച്ച് യോഹന്നാൻ ശ്ലീഹ വളർത്തിയ പ്രഘോഷണം തുടർന്നുകൊണ്ടിരുന്ന ആ ഒരു സമൂഹമാണ് ഈ പുസ്തകത്തിൻ്റെ, ഈ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണത്തിന് പിന്നിലുള്ളത് എന്ന് അവിടെ റെയ്മണ്ട് ഇ ബ്രൗൺ ദ കമ്മ്യൂണിറ്റി ഓഫ് ദ ബിലവഡ് ഡിസൈപ്പിളിൽ എന്നതാണ് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തോമാസ് ലീഹായുമായിട്ട് വലിയ ബന്ധം യോഹന്നാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തോമാസ് ലീഹായുടെ സഭയുമായിട്ട് പൗലോസിൻ്റെ ആരംഭമിട്ട ഈ എഫേസുസിലെ സഭയ്ക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിന് വലിയ ബന്ധമുണ്ട്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ തോമാസ് ലീഹായെക്കുറിച്ചുള്ള 3 രംഗങ്ങൾ കാണുന്നത്. മറ്റ് സുവിശേഷങ്ങളിലെ 12 പേരിൽ ഒരുവനായിട്ട് നമ്മൾ തോമായെ കാണുന്നുണ്ടെങ്കിലും തോമാ ദിദിമോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് താമ എന്നാണ്. താമ എന്ന് പറഞ്ഞാൽ ദിദിമോസ് എന്ന് ഗ്രീക്കിൽ പറയുന്നതിൻ്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്, ട്വിൻ എന്നാണ്. ആരോട് ഇരട്ട പിറന്നവനാണ്? ഈശോയുമായിട്ട് വലിയ സാമ്യം ഉണ്ടായിരുന്നു തോമാസ് ലീഹായ്ക്ക് അപ്പിയറൻസിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നും നമ്മൾ കണ്ടിട്ട് കാണാം, ഈ ഐക്കൺസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, ഈശോയുടെ ഐക്കണും തോമാസ് ലീഹായുടെ ഐക്കണും തമ്മിൽ വലിയ വ്യത്യാസമില്ല. തോമാസ് ലീഹായുടെ കയ്യിലിരിക്കുന്ന കുന്തം കൊണ്ടൊക്കെയാണ്, അദ്ദേഹം കുന്തത്താലാണ് രക്തസാക്ഷിയായതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കുന്തം പഠിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് തിരിച്ചറിയുന്നതിനുള്ള അടയാളമായിട്ട് പലപ്പോഴും ഐക്കണോഗ്രാഫേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈശോയുടെ ഒരു ഇരട്ട പിറന്നവൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന താമ എന്നാണ് അർമായ ഭാഷയിൽ, താമ എന്നറിയപ്പെട്ടിരുന്ന തോമ എന്നാണ് നമ്മൾ പഴയ പരിഭാഷകളിൽ കാണുന്നത്. അതിൻ്റെ ഗ്രീക്ക് വാക്കാണ് ദിദിമോസ്, ഇരട്ട, ദ ട്വിൻ എന്നാണ് അർത്ഥം. അപ്പോൾ തോമാസ് ലീഹായെക്കുറിച്ചുള്ള 3 രംഗങ്ങൾ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ്. മറ്റു സുവിശേഷങ്ങളിൽ 12 പേരുടെ ലിസ്റ്റിൽ തോമായുടെ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് നമ്മെ സംബന്ധിച്ചും അതുകൊണ്ട് തന്നെ പ്രാധാന്യമേറിയ സുവിശേഷമാണ് യോഹന്നാൻ്റേത്. തോമാസ് ലീഹായെ നമ്മൾ കാണുന്ന 3 രംഗങ്ങൾ നമുക്കറിയാം. ആദ്യത്തേത് ലാസർ രോഗിയാണെന്ന് കേൾക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ ഈശോ യൂദയായിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ യൂദയായിലുള്ളവർ ഈശോയെ വധിക്കാനായിട്ട്, കല്ലെറിയാനായിട്ട് പണ്ടേ ഒരുങ്ങിയിരുന്നതാണ്, പലപ്പോഴും ഓങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈശോ ആ സമയത്ത് സമയമാകാതിരുന്നത് കൊണ്ട് അവിടെ നിന്ന് മാറിയതാണ്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകേണ്ട, കാരണം അത് അപകടമാണ് എന്ന് പറയുമ്പോൾ ധൈര്യപൂർവ്വം തോമായാണ് പറയുന്നത് നമുക്കും പോകാം, അവനോടുകൂടി മരിക്കാൻ വേണ്ടി പോയേക്കാം എന്നാണ് പറയുന്നത്. ഈശോയോട് മരിക്കാൻ വേണ്ടി സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ് ആ വാഗ്ദാനം തോമാസ് ലീഹ പൂർത്തിയാക്കുക തന്നെ ചെയ്തു. 72-ൽ 50കളുടെ ആരംഭത്തിലൂടെ എത്തിയ തോമാസ് ലീഹ 72-ൽ മൈലാപ്പൂർ വെച്ച് രക്തസാക്ഷിയായപ്പോൾ അന്ന് പറഞ്ഞ കാര്യം പൂർത്തിയാക്കുക ചെയ്തു. നമുക്കും പോകാം, എന്തിന്? അവനോടുകൂടി മരിക്കാൻ വേണ്ടി. 14-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരുക്കി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറയും. തോമ വളരെ നിഷ്കളങ്കതയോടെ പറയുക, ഞങ്ങൾക്ക് അറിയത്തില്ല നീ എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ എങ്ങനെ വഴി അറിയുന്നത് ചോദിക്കും. അപ്പോഴാണ് ഈശോ വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നത്. 14-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാനാണ് വഴിയും സത്യവും ജീവനും, ജീവനിലേക്ക് നയിക്കുന്ന വഴി ഞാനാണ്. അതെങ്ങനെയാണ് ഞാൻ നയിക്കുന്നത്? സത്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. ആരെക്കുറിച്ചുള്ള സത്യം? പിതാവായ ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള സത്യം. ദൈവം ത്രിത്വമാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈശോയാണ്. ഈശോയുടെ വരവോടുകൂടിയാണ് നമുക്കത് വ്യക്തമായത്. റൂഹാദ് കുരിശായെക്കുറിച്ച് ഇതുപോലെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന വേറെ സുവിശേഷമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്, അതാണ് ഈശോ സത്യമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈശോ പിതാവായ ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് സത്യമെന്ന് ഈശോയെ വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഈശോ പറയുന്നത്, ഞാൻ ദൈവം ആരാണ്, എങ്ങനെയാണ് എന്നുള്ളത്, ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈശോ മനുഷ്യനായത് തന്നെ. സഹനവും മരണവും ഉത്ഥാനവും എല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. ഈശോയുടെ പ്രവർത്തനങ്ങളും എല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും ജീവിതത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും സഹനമരണോത്ഥാനങ്ങളിലൂടെയും ഈശോ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം മനുഷ്യവർഗത്തോടുണ്ടെന്നുള്ളത് വെളിപ്പെടുത്തി. അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തിയത് കൊണ്ട് സത്യമെന്നറിയപ്പെടുന്ന ഈശോ, സത്യമായ ഈശോയ്ക്ക് പറയാൻ സത്യം, ഞാൻ സത്യമാണ്. ഈ സത്യമായത് എന്തിനാണ്? വെളിപ്പെടുത്തിയത് എന്തിനാണ്? വഴിയാകാൻ വേണ്ടിയിട്ടാണ്. എങ്ങോട്ടുള്ള വഴി? ജീവനിലേക്കുള്ള വഴി, നിത്യജീവനിലേക്കുള്ള വഴി. അപ്പോൾ അത് പറയാൻ ഈശോ ആ വലിയ വെളിപ്പെടുത്തൽ നടത്താൻ കാരണമായത് തോമാസ് ലീഹായുടെ ആ ചോദ്യമാണ്, നിഷ്കളങ്കമായ ചോദ്യം. നീ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്കറിയത്തില്ല, പിന്നെ എങ്ങനെ വഴി അറിയും? ആ വലിയ വെളിപ്പെടുത്തൽ.
വീണ്ടും നമ്മൾ മൂന്നാമത്തെ രംഗത്ത് കാണുന്നത് 20-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ്. അവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉത്ഥാന ദിവസം തന്നെ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമ അവിടെ ഇല്ലായിരുന്നു. തോമ അവിടെ ഇല്ലാതിരുന്നതിൻ്റെ കാരണം ധൈര്യശാലിയായിരുന്നതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഭയപ്പെട്ട് മുറി അടച്ചിരുന്നപ്പോൾ ഇവരുടെ ഭക്ഷണത്തിൻ്റെ വല്ലതൊക്കെ മേടിക്കണമല്ലോ, അതിനുവേണ്ടി പുറത്തു പോകാൻ ധൈര്യം ഉണ്ടായിരുന്നു തോമാസ് ലീഹായ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പോയ സമയത്ത് ഈശോ വന്നത് തോമാസ് ലീഹായ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കൂടെ പോയി മരിക്കാൻ പോലും തയ്യാറായിരുന്നു തോമായി ഇല്ലാതിരുന്ന സമയത്ത് വന്നത് അത്ര ശരിയായില്ല എന്നുള്ള ശാഠ്യത്തിലാണ് പറയുന്നത്, ഞാൻ കണ്ടേ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഈശോ സമ്മതിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 8 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ തോമ പറയാതെ തന്നെ തോമ നീ ഇങ്ങോട്ട് വാ, നിന്റെ ആവശ്യമൊക്കെ നിറവേറ്റ് എന്ന് പറയുന്നതും അതിനൊന്നും മുതിരാതെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിശ്വാസമേറ്റ് പറയുന്നതും 20-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലും കാണാം. 21-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ 7 ശിഷ്യന്മാരെ കുറിച്ചേ പറയുന്നുള്ളൂ. അവിടെ പേര് പറയുന്നതിൽ ഒരാൾ തോമായ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്രോസിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ പേര് പറയുന്നത് തോമായുടേതാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അതുപോലെ പ്രാധാന്യം ആദിമസഭയിൽ തോമാസ് ലീഹായ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 21-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ പത്രോസ് ലീഹായുടെ പേരിന് തൊട്ട് പിന്നാലെ തോമായുടെ പേര് കാണുന്നത്. അത് അവിടെ പറയുമ്പം അതിന് ആ ഒരു പ്രാധാന്യത്തിൻ്റെ കാരണം 20-ാം അധ്യായത്തിലെ തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. പത്രോസ് ലീഹ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അതിലും വലിയ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു തോമായുടേത്, നീ എൻ്റെ ദൈവം തന്നെയാണ്. പത്രോസ് പറഞ്ഞ ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ്, സത്യമാണ്. അതിലും വലിയ സത്യമാണ് പറയുന്നത്, നീ ദൈവമാണ്, നീ കർത്താവാണ്. അത് പറയുന്നത് അതിലും വലിയൊരു വിശ്വാസ പ്രഖ്യാപനം വേറെയില്ല. അതുകൊണ്ടാണ് പത്രോസ് ലീഹായോട് ചേർത്ത് തന്നെ തോമായുടെ പേര് 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എഴുതുന്ന കാലഘട്ടം, അതിൻ്റെ എഴുതുന്ന ആൾ, അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. ആദ്യ സുവിശേഷങ്ങൾക്ക് ശേഷം ഏറ്റവും അവസാനമാണല്ലോ എഴുതുന്നത്. അപ്പോൾ ഈ സുവിശേഷത്തിൽ പ്രതിഫലിക്കുന്ന ഒരു പശ്ചാത്തലം, സാമൂഹിക മത പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് 9-ാം അധ്യായത്തിൽ അന്ധനെ സുഖപ്പെടുത്തുന്ന രംഗത്തിൽ നിന്നാണ് നമുക്ക് ഒരു സൂചന കിട്ടുന്നത്. 9-ാം അധ്യായത്തിൽ ജന്മനാ അന്ധനായവന് സൗഖ്യം നൽകി കഴിയുമ്പോൾ അത് ഒന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈശോ ചെയ്തതാണെന്ന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല വിചാരണകൾ യഹൂദ നേതാക്കന്മാർ നടത്തി. അവനെ വിളിച്ച് പലപ്പോഴും ചോദിച്ചു ഇതെങ്ങനെയാണ്. അവൻ പല പ്രാവശ്യം വിവരിച്ച് കഴിഞ്ഞ് അവസാനം അടുപ്പിച്ചിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾക്ക് ഇതെന്നെ വിശ്വസിക്കാൻ പറ്റാത്ത, നിങ്ങളും അവൻ്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ യഹൂദ നേതാക്കന്മാർ ഈ അന്ധനായി കാഴ്ച കിട്ടിയവൻ്റെ മാതാപിതാക്കളെ കണ്ട് ചോദിക്കുന്നുണ്ട് ഇവൻ്റെ കാര്യത്തിൽ എങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു ഇവൻ അന്ധനായിട്ട് ജനിച്ചത്, പക്ഷേ ഇവന് ഇതുവരെ അന്ധനായിരുന്നു, പക്ഷേ ഇപ്പം എങ്ങനെയാണ് സൗഖ്യം കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് അവർ പറഞ്ഞു ഒഴിവാകുന്നുണ്ട്. അത് 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ അതിൻ്റെ തുടർന്ന് യോഹന്നാൻ പറയുകയാണ്, അവൻ്റെ കാര്യം അവൻ പറയട്ടെ എന്ന് പറയുന്നത്, യഹൂദരെ ഭയന്നാണ് അവൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞത്. കാരണം ഈശോയാണ് മിശിഹ എന്ന് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അയാളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതിനാലാണ് മാതാപിതാക്കൾ പറഞ്ഞത് അവന് പ്രായപൂർത്തിയായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിൻ. ഇനി അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലം, അതായത് സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു. ഇനി വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇവനെ പുറത്താക്കിയെന്ന്. ഈ 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 35-ാം വാക്യത്തിൽ ഈശോ അവസാനം അവനെ കാണുമ്പോൾ കാഴ്ച ലഭിച്ചവനെ അവർ പുറത്താക്കിയെന്ന് ഈശോ കേട്ടു. 9:35. പിന്നീട് കണ്ടപ്പോൾ അവൻ ഈശോ അയാളോട് ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? സൗഖ്യം പ്രാപിച്ചവൻ അവനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ അവനോട് അരുൾ ചെയ്തു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാനാണവൻ. എൻ്റെ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ ഈശോയെ ആരാധിച്ചു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, അതായത് ഈശോ മിശിഹായാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹായാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ യഹൂദ സംഘത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പന്തക്കുസ്താ ദിനത്തിലെ വിവരണം, നടപടി പുസ്തകം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 2-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ടല്ലോ. 37 മുതലുള്ള വാക്യങ്ങളിലാണല്ലോ പത്രോസിൻ്റെ പ്രസംഗം കേട്ട സമൂഹം ചോദിക്കുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഈശോയുടെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ മാമോദിസ മുങ്ങിയവർ 3000-ഓളം പേര് മാമോദിസ മുങ്ങി. അവർ ജീവിതശൈലിയെക്കുറിച്ച് 2-ാം അധ്യായം 42 മുതൽ, ആക്ട്സ് 2:42 മുതൽ പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവരുടെ ജീവിതശൈലി, സ്ത്രീഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മയുടെ ജീവിതം, അപ്പം മുറിക്കൽ, പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ യഹൂദ പ്രാർത്ഥനകൾ തന്നെ അവർ തുടർന്നിരുന്നു. യഹൂദരുടെ സിനഗോഗിലും ദേവാലയത്തിലും, ഓർസലേം ദേവാലയം, ഒരൊറ്റ ദേവാലയം അവർക്കുണ്ടായിരുന്നത് ജെറൂസലേമിലെ ദേവാലയമായിരുന്നു. അപ്പോൾ ഈ ജെറൂസലേം ടെമ്പിൾ, ഓർസലേം ദേവാലയത്തിലും പിന്നെ ലോക്കലായിട്ടുള്ള
സിനഗോഗുകൾ നമ്മുടെ കുരിശുപള്ളികളൊക്കെ പോലെയാണ്. ഒരു മെയിൻ പള്ളിയും പല കുരിശുപള്ളികളും ഉള്ളതുപോലെയായിരുന്നു. ലോകത്തിൽ എവിടെയെല്ലാം യഹൂദരുണ്ടോ അവിടെയെല്ലാം സിനഗോഗുകൾ ഉണ്ടായിരുന്നു. ഈ നിങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും സിനഗോഗുകളൊക്കെ ഉണ്ടല്ലോ. ഈ വാഷിങ്ടൺ DC-യോട് അടുത്ത് വെർജീനിയയിലെ നമ്മുടെ ഇടവകയിൽ ഈ സെൻറ്റ് ജൂഡ് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഇടവകയുണ്ട്. എനിക്ക് പരിചയമുള്ള റെസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ് തോമസ് ബെക്കറ്റ് പള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ അതോട് ചേർന്ന് തന്നെ ഒരു സിനഗോഗുണ്ട്. ഇപ്പം പള്ളിയും സിനഗോഗും അടുത്ത് തന്നെയായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിനഗോഗിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ആദിമ ക്രൈസ്തവരും പങ്കെടുത്തു എന്നുള്ളതിന് തെളിവ് നടപടി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ കാണാം. അങ്ങനെ അവിടെ വെച്ചാണ് ഈ മുടന്തനെ സുഖപ്പെടുത്തുന്നത്, ജന്മനാ മുടന്തനായിരുന്നവനെ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ആദ്യകാലത്തുണ്ടായിരുന്നു. ക്രൈസ്തവരും യഹൂദരും തമ്മിലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ യഹൂദർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ അത് കണ്ടപ്പോൾ യഹൂദർക്ക് ആകെ ആകുലതയായി. അതുകൊണ്ട് ഇങ്ങനെ വിട്ടാൽ ക്രിസ്ത്യാനികളെ വിട്ടാൽ ശരിയാകുകയില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടാണ് ആരെങ്കിലും ഈശോ മിശിഹ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെ ഇവിടെ പ്രവേശിപ്പിക്കുകയില്ല, നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ പുറത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ പുറത്താക്കിയിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, ആ ഒരു സംഘർഷം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വാഗ്വാദം നമുക്ക് കാണാൻ സാധിക്കും. തീപ്പൊരി വാഗ്വാദം നമുക്ക് ഈശോയും യഹൂദ നേതൃത്വം തമ്മിലുള്ള ഈശോയുടെ ദൈവത്തെക്കുറിച്ചുള്ള സംഘർഷങ്ങളൊക്കെ വാഗ്വാദം സംഭാഷണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അന്നത്തെ പശ്ചാത്തലം, അതായത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും അന്ന് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങൾ കൂടി ഈ വിവരണത്തെ സ്വാധീനിച്ചിരിക്കുന്നത് ഈശോയുടെ കാലത്ത് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണത്. ഇനി സുവിശേഷത്തിൻ്റെ ഘടനയെക്കുറിച്ചും ഉള്ളടക്കത്തെക്കുറിച്ചും പറയാം. സുവിശേഷത്തിന് 21 അധ്യായങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. ആദ്യത്തെ 18 വാക്യങ്ങൾ ആമുഖമാണ്. അതൊരു ഗീതമാണ്. വചനമായ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗീതമാണ്. ദിസ് ഇസ് എ ഹിം ഇൻ ഓണർ ഓഫ് ലോഗോസ്. ലോഗോസ് എന്നാണ് വചനത്തിന് ഗ്രീക്കിൽ പറയുന്ന വാക്ക്. അപ്പോൾ അത് നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ലോഗോസ്. വേർഡ്, വാക്ക്, വചനം എന്നൊക്കെ അർത്ഥം. അത് ആ വചനത്തെ സ്തുതിച്ചുകൊണ്ട് ആദിമസഭയിലുണ്ടായ ഒരു ഗീതമാണ് ആദ്യത്തെ 18 വാക്യങ്ങൾ. ഈ ആമുഖത്തിന് അതിന് പ്രൊലോഗ് എന്ന് പറയാറുണ്ട്. ഈ പ്രൊലോഗിന് സമാന്തരമായിട്ട് ഏറ്റവും അവസാനത്തെ അധ്യായം 21-ാം അധ്യായം 25 വാക്യങ്ങളുള്ള 21-ാം അധ്യായം ഒരു എപ്പിലോഗാണ്, അനുബന്ധമാണ്. അപ്പോൾ ഇത് രണ്ടും സുവിശേഷത്തിൻ്റെ എസെൻഷ്യൽ ഭാഗം തന്നെയാണ്. പക്ഷേ വിവരണമായിട്ട് അതൊരു ഒരു പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പോലെയാണ് നിൽക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ 18 വാക്യം, അവസാനത്തെ 25 വാക്യങ്ങൾ, 21-ാം അധ്യായം മുഴുവനും അതിൻ്റെ ഒരു കൺക്ലൂഷനുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബോഡി ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ സുവിശേഷ വിവരണം യഥാർത്ഥത്തിൽ 1-ാം അധ്യായം 19 മുതൽ 20-ാം അധ്യായം 31 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ അപ്പോൾ ഈ 1-ാം അധ്യായം 19 മുതൽ 20-31 വരെയുള്ള ഭാഗത്തെയും രണ്ടായിട്ട് മനസ്സിലാക്കലിന് എളുപ്പത്തിന് വേണ്ടി രണ്ടായിട്ട് തിരിക്കാറുണ്ട്. 1:19 മുതൽ 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ, 12-ാം അധ്യായം തീരുന്നിടം വരെ ബുക്ക് ഓഫ് ദ സൈൻസ് എന്നാണ് പറയുന്നത്. സൈൻ എന്ന് യോഹന്നാൻ പറയുന്നത്, അടയാളം എന്ന് പറയുന്നത് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ്. യോഹന്നാൻ ഇൻവേരിയബിളായിട്ട് ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് അടയാളങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം ഈശോ പ്രവർത്തിച്ചത് കാര്യങ്ങളെല്ലാം അടയാളങ്ങളായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അടയാളങ്ങളായിരുന്നു താനും. എന്തിൻ്റെ അടയാളങ്ങൾ? ഈശോ ദൈവപുത്രനാണ് എന്നുള്ളതിൻ്റെ അടയാളം, ഈശോയുടെ ദൈവിക മഹത്വത്തിൻ്റെ അടയാളം, അവിടുന്ന് മിശിഹായാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹായാണ് എന്നുള്ളതിൻ്റെ അടയാളമായിരുന്നു ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം. യോഹന്നാൻ ഈശോ പ്രവർത്തിച്ച അനവധി അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 7 എണ്ണം മാത്രം തിരഞ്ഞെടുക്കുകയാണ്. 7 എന്നുള്ളതൊരു പൂർണ്ണ സംഖ്യയാണ്. 7 ദിവസങ്ങളാണ് ആഴ്ചയിലുള്ളത്. 7 ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത്. 7-ന് അങ്ങനെ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം എടുത്താൽ 7-ന്റെ ഗുണിതങ്ങളും എത്രയോ പ്രാവശ്യമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. യോഹന്നാൻ്റെ തന്നെ ഗ്രന്ഥമാണല്ലോ വെളിപാട്. അപ്പോൾ അത് മാത്രമല്ല, യെരൂശലേം ദേവാലയത്തിലുണ്ടായിരുന്ന ഒരു വിളക്കിന് 7 വിളക്ക് തിരിക്കാലുകളാണ് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ കണ്ടിട്ട് കാണും. മെനോറ എന്ന് പറയുന്ന ആ ഒരു വിളക്ക് നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും. അപ്പോൾ 7 എണ്ണം തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് 7 മാത്രം പ്രവർത്തിച്ചതുകൊണ്ടല്ല, 7 എണ്ണം യോഹന്നാൻ തിരഞ്ഞെടുക്കുകയാണ്. അതിന് മറ്റുള്ളവർ പറയാത്തത് പറയാനായിട്ട് യോഹന്നാൻ ശ്രമിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ ഒരു പ്രത്യേക ശ്രമം മറ്റു 3 സുവിശേഷന്മാരും പറഞ്ഞത് ആവർത്തിക്കാതെ
മറ്റു കാര്യങ്ങൾ അതിൽ 7 പറയുന്നതിൽ 3 മാത്രമേ നമ്മൾ മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ 7 അത്ഭുതങ്ങളെന്നും ഏതാണ് അവിടെ മാത്രം കാണുന്നതെന്നും നമ്മൾ അല്പം കഴിയുമ്പോൾ കാണും. അപ്പോൾ ആദ്യത്തെ 12 അധ്യായങ്ങൾ ആമുഖം മാറ്റിയിട്ട് ബാക്കി ആദ്യത്തെ 12 അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യ ഭാഗത്തിനൊരു പേര് ബുക്ക് ഓഫ് സയൻസ്. ഇനി രണ്ടാം ഭാഗം 13 അധ്യായം 1 വാക്യം മുതൽ 20 അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെയുള്ള രണ്ടാം ഭാഗം അറിയപ്പെടുന്നത് ബുക്ക് ഓഫ് ദ ഗ്ലോറി എന്നാണ്, മഹത്വത്തിൻ്റെ പുസ്തകം. അതായത് ഈശോയുടെ ദൈവിക മഹത്വം ഏറ്റവും പ്രകടമാക്കിയത് ഈ അത്ഭുതങ്ങളിലാകുന്ന അടയാളങ്ങൾ തന്നെയും ദൈവിക മഹത്വത്തിൻ്റെ പ്രകാശനമായിരുന്നു. എന്നാൽ ഈ മഹത്വം ഏറ്റവും പ്രകടമായി വെളിവാക്കപ്പെട്ടത് ഈശോയുടെ ഉത്ഥാനത്തിലാണ്. ഉത്ഥാനമാണ് ഏറ്റവും വലിയ അടയാളം, ഏറ്റവും വലിയ അത്ഭുതം. അവിടെയാണ് ദൈവിക മഹത്വം വെളിവാക്കിയത്. ഈശോ ആരാണ്, ദൈവം ആരാണ് എന്നുള്ളത് പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തത് മരിച്ചവരിൽ നിന്നുള്ള ഈശോയുടെ ഉത്ഥാനത്തോടുകൂടിയാണ്. അതുകൊണ്ട് 13 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളെ ബുക്ക് ഓഫ് ഗ്ലോറി എന്നാണ് പറയുന്നത്. ബുക്ക് ഓഫ് ദ സൈൻ എന്നും പറയാറുണ്ട്. കാരണം ആദ്യത്തേത് 7 സൈൻസ് ആണെങ്കിൽ രണ്ടാം ഭാഗത്ത് വിവരിക്കുന്നത് ഒരൊറ്റ അടയാളമേ ഉള്ളൂ. അത് അതുകൊണ്ട് അത് റിസറക്ഷൻ ആകുന്ന, ഉത്ഥാനമാകുന്ന അടയാളമാണ്. അതുകൊണ്ട് ആ ഭാഗത്തെ ബുക്ക് ഓഫ് ദ സൈൻ എന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ രണ്ടാം ഭാഗം മുഴുവനും 13 അധ്യായം മുതൽ 20 അധ്യായം വരെ ആ രണ്ടാം ഭാഗം മുഴുവനും ഈശോയുടെ ആ അവസാനത്തെ ഒരാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. 13 അധ്യായത്തിൽ വിവരിച്ചു തുടങ്ങുന്നത് അന്ത്യത്താഴത്തിലാണ്. അവസാനത്തെ ഏതാനും ദിവസങ്ങളുടെ ചരിത്രമാണ് 13 അധ്യായം മുതൽ 20 അധ്യായം വരെയുള്ളത്. 13 അധ്യായത്തിൽ അന്ത്യത്താഴ രംഗം വിവരിക്കുന്നു. അന്ത്യത്താഴം വിവരിക്കാത്തതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. മറ്റ് സമവേഷണ സുവിശേഷങ്ങൾ 3 പേരും അത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, യോഹന്നാൻ തന്നെ ഈ അന്ത്യത്താഴത്തിൻ്റെ ദൈവശാസ്ത്രം, പരിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം, പരിശുദ്ധ കുർബാന എന്താണ് എന്നുള്ളത് 6 അധ്യായത്തിൽ ദീർഘമായൊരു പ്രഭാഷണത്തിലൂടെ ഈശോ തന്നെ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുകൂടിയാണ് അന്ത്യത്താഴത്തിൻ്റെ വിവരണമില്ലാത്തത്. പക്ഷേ ഈ അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് ഈശോ സ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകി. ഈ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ വ്യക്തമാക്കിയത് ഈശോയുടെ ആ ശൂന്യവൽക്കരണമാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2 അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ദൈവമായിരുന്നേ അവിടുന്ന് സ്വയം ശൂന്യനാക്കി, മനുഷ്യനായി. എവിടം വരെ ശൂന്യനായി? ദാസന്റെ വേഷം സ്വീകരിച്ചു, മരണത്തോളം ശൂന്യനായി. അപ്പോൾ ആ മരണത്തിൻ്റെ മുന്നനുഭവം, അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ പോകുന്ന മരണത്തെയാണല്ലോ അന്ത്യത്താഴത്തിൽ ഇതെൻ്റെ ശരീരമാണ്, രക്തമാണെന്ന് പറഞ്ഞ് അപ്പോൾ കുരിശുമരണത്തെയാണ് അവിടെ അവതരിപ്പിച്ചത്. കുരിശുമരണത്തിൻ്റെ ഒരു ഫോർ ടേസ്റ്റ് അവർക്ക് കൊടുക്കുകയായിരുന്നു. അത് പ്രതീകങ്ങളിലൂടെ അപ്പത്തിൻ്റെയും മീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അവിടുന്ന് തൻ്റെ മരണം അവതരിപ്പിക്കുക ചെയ്തത്. ശരീരവും രക്തവും വേർപെട്ടാൽ മരണമാണല്ലോ, ശരീരത്തിൽ നിന്ന് രക്തം വേർപെട്ടാൽ മരണമാണ്. അപ്പോൾ അതാണ് അവിടുന്ന് അവതരിപ്പിച്ചത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കാലുകഴുകലിലൂടെ ഈശോ നടത്തിയത്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ആ ഒരു മരണത്തിൻ്റെ ഇവിടം വരെ അവിടുന്ന് ശൂന്യവൽക്കരിച്ചു, ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ഇതവിടെ ദാസൻ ചെയ്യുന്ന ജോലി ചെയ്യുകയാണ്. ദാസന്മാരാണ് യജമാനന്മാരുടെ പാദങ്ങളാണ് കഴുകിയിരുന്നത്. ഇവിടെ ഈശോ തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ദാസനായിട്ട്, അതായത് ശൂന്യവൽക്കരണത്തിൻ്റെ അങ്ങേയറ്റം ദാസൻ്റെ രൂപം സ്വീകരിച്ചു. കുരിശുമരണത്തോളം അവിടുന്ന് സ്വയം താഴ്ത്തി. അതിനാൽ ദൈവം അവിടുത്തെ ഉയർത്തി എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ 13 അധ്യായത്തിലെ ഈ അന്ത്യത്താഴ രംഗത്തോടു കൂടിയാണ് അവിടുന്ന് പിന്നെ ഈശോയുടെ അവസാനത്തെ ഫെയർവെൽ ഡിസ്കോഴ്സാണ് 13 അധ്യായത്തിൻ്റെ 2ാം ഭാഗം മുതൽ അങ്ങോട്ട് തുടരുന്നത്. 13, 14, 15, 16 അധ്യായങ്ങളിൽ ഈ വിടവാങ്ങൽ പ്രസംഗമാണ്. 17 അധ്യായത്തിലെ വിടവാങ്ങൽ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. ഈശോയുടെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. പിതാവിനെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥന അതാണല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, രണ്ടാമത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്ലീഹന്മാരിലൂടെ ഈശോയിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് 17 അധ്യായം. പിന്നെ 18 അധ്യായം, 18, 19, 20 അധ്യായങ്ങൾ ഈശോയുടെ സഹനം, മരണം, ഉത്ഥാനം. അത് മറ്റു 3 സുവിശേഷകന്മാരും അവസാനത്തെ 3 അധ്യായങ്ങൾ ഈശോയുടെ സഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും വേണ്ടിയാണ് നീക്കി വെച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. 28 അധ്യായമുള്ള മത്തായി ശ്ലീഹായും 24 അധ്യായമുള്ള ലൂക്കായും 16 അധ്യായങ്ങൾ മാത്രമുള്ള മർക്കോസും ഇവിടെ 20 അധ്യായം 21 അധ്യായമുള്ള യോഹന്നാനും 3 അധ്യായങ്ങൾ വീതം ഈശോയുടെ സഹനമരണ ഉത്ഥാനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരുന്നത് 4 പേരും ഒരേ പ്രാധാന്യം കൊടുത്തിരുന്നത്
ഈശോയുടെ ആ പെസഹ രഹസ്യത്തിനാണ്. സഹനം, മരണം, ഉത്ഥാനം. ഈ രഹസ്യങ്ങൾ കാണുക എന്നുള്ളത് ഈ 4 പേരും 3 അധ്യായങ്ങൾ വെച്ച് ആ വിവരണത്തിന് വേണ്ടി നൽകുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഘടന നമ്മൾ കാണുകയായിരുന്നു. അടുത്ത 18 വാക്യങ്ങൾ ഇൻട്രൊഡക്ഷൻ, പ്രൊലോഗ്, അവസാനത്തെ അധ്യായം എപ്പിലോഗ്, ബോഡി 1:19 മുതൽ 20:31 വരെ. അതിനകത്ത് ആദ്യ ഭാഗം 1:19 മുതൽ 12ൻ്റെ അവസാനം വരെ ബുക്ക് ഓഫ് സയൻസ്. 7 അടയാളങ്ങളാണ് അവിടെ വിവരിക്കുന്നത്. അത് അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് ഈശോയുടെ സഹനമരണോത്ഥാനങ്ങളുടെ വിവരണമാണ്, അന്ത്യത്താഴം മുതലുള്ള വിവരണം. അത് ഈശോയുടെ മഹത്വം, ദൈവിക മഹത്വം ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തിയ ഏക അടയാളത്തിൻ്റെ മഹത്വത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നു. അതുകൊണ്ട് ബുക്ക് ഓഫ് ഗ്ലോറി. അതോടൊപ്പം തന്നെ ബുക്ക് ഓഫ് ദ സൈൻ എന്നും പറയാറുണ്ട്. ഇനി എഴുതുന്നതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് യോഹന്നാൻ മാത്രമാണ്. അത് ഈ വിവരണത്തിൻ്റെ അവസാനമാണ്. 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു: ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ചു. അപ്പോൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടാത്ത മറ്റ് അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ചു, മറ്റ് അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിച്ചു. അതെല്ലാം രേഖപ്പെടുത്തുക സാധ്യമല്ല. രേഖപ്പെടുത്തിയാൽ ഈ ലോകം തന്നെ തികയില്ലെന്ന് 21-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുമുണ്ട്. എന്നിട്ട് യോഹന്നാൻ 20-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാനതുകൊണ്ട് കുറച്ച് സെലക്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ 7 എണ്ണം എടുത്തിട്ടേ ഉള്ളൂ. ഇത്രയൊന്നും അല്ല ഈശോ ചെയ്തത്, ഒത്തിരി ചെയ്തത്. ഇനി ഇത് തന്നെയും ഈ 7 എണ്ണം തന്നെയും പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അടയാളങ്ങൾ തന്നെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് നസറായനായ ഈശോ ദൈവപുത്രനും മിശിഹായുമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. എഴുതുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. നസറത്തിൽ ജീവിച്ച നസറായനായ ഈശോ, മറിയത്തിൻ്റെ പുത്രനായ കന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ച ആ മനുഷ്യനായി കാണപ്പെട്ട ആ ദൈവം ദൈവപുത്രനാണ്, ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന്. ഒപ്പം പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന രക്ഷകനായ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നത്. പുരോഹിതനും രാജാവും പ്രവാചകനുമായ ഒരു മിശിഹായെക്കുറിച്ചാണല്ലോ പഴയ നിയമം മുഴുവനും വാഗ്ദാനം ചെയ്യുന്നത്. ആ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന പ്രവാചക, പുരോഹിത, രാജകീയ സ്വഭാവമുള്ള മിശിഹായാണ്, ക്രിസ്തുവാണ് ഈശോ എന്ന് വിശ്വസിക്കുന്നതിനും തീർന്നില്ല. അങ്ങനെ വിശ്വസിക്കുക വഴി അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഏത് ജീവൻ? നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി, ദൈവിക ജീവൻ ഉണ്ടാകാൻ വേണ്ടി. തോമാസ് ശ്ലീഹായുടെ 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനാണ്, എല്ലാവർക്കും ജീവൻ ഉണ്ടാകുവാനാണ്, സമൃദ്ധമായി ഉണ്ടാകുവാനാണെന്ന് 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നല്ല ഇടയൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞില്ലേ? ആ ജീവനെക്കുറിച്ചാണ് 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുക വഴി, എന്ത് വിശ്വസിക്കുക വഴി? നസറായനായ ഈശോ ദൈവപുത്രനാണെന്ന്, മിശിഹായാണെന്ന് വിശ്വസിക്കുക വഴി അവൻ്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവനാണ്, ദൈവീക ജീവനുള്ള ചേരലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ്. അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അതിനു വേണ്ടിയാകണം നമ്മുടെ ജീവിതം, അതിനാകണം നമ്മുടെ വിശ്വാസം സഹായിക്കുന്നത്. വിശ്വസിക്കുന്നത് ഈശോ ദൈവമാണ് എന്നുള്ളതാണ്, ഈശോ ലോകരക്ഷകനാണ് എന്നുള്ളതാണ്, ഏകരക്ഷകനാണ് എന്നുള്ളതാണ്. അവിടെ ഒരു കോംപ്രമൈസും ഇല്ല, യാതൊരു കോംപ്രമൈസും ഇല്ല. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദീർഘമായ പ്രഭാഷണം ഈശോ 6-ാം അധ്യായത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ദീർഘമായ പ്രഭാഷണമൊക്കെ എങ്ങനെയാണ് ഇവന് തൻ്റെ ശരീരം ഭക്ഷിക്കാൻ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് യഹൂദർ കലഹിക്കുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ പോലും പറഞ്ഞു വിട്ടുപോയി. അപ്പോൾ ഈശോ പറഞ്ഞില്ല, എന്നാൽ ഞാനൊന്ന് കോംപ്രമൈസ് ചെയ്യുക, ഒരു 50-50 ഉണ്ടാക്കാമെന്നൊന്നും ഈശോ പറഞ്ഞില്ല. അങ്ങോട്ട് എന്നതാണെന്ന് കുറച്ച് പേരോട് നിൽക്കുക കേട്ടോ, അത് പോകരുത്, എല്ലാവരും ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ഈശോ അവരോട് ചോദിച്ചത്, കുറച്ച് ശിഷ്യന്മാരെ അവശേഷിച്ചുള്ളൂ, അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ ആഗ്രഹമില്ലേ? പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് യാതൊരു കോംപ്രമൈസിനും ഈശോ റെഡിയല്ലായിരുന്നു. കാരണം അതിലും വലിയൊരു ദിവ്യ രഹസ്യം ഇല്ലാത്തതുകൊണ്ട്, അതിലും വലിയൊരു കുദാശി ഇല്ലാത്തതുകൊണ്ട്, വിശ്വാസത്തിൻ്റെ ആണിക്കല്ലായതുകൊണ്ട് അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് ഈശോ പഠിപ്പിച്ചതാണ്, സഭ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ. അപ്പോൾ ഇതാണ് ലക്ഷ്യം, ഇതാണ് ജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. ആ ജീവൻ്റെ അപ്പമാണ്, നിത്യജീവൻ്റെ അപ്പമാണ്, ജീവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവൻ നൽകുന്ന അപ്പമാണ് ഈശോയുടെ ശരീരം. അതാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ലക്ഷ്യവും നമ്മൾ കണ്ടു 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നിന്ന്. അടയാളങ്ങളാണ് രേഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അത് 2 ഭാഗത്താണെങ്കിലും അടയാളങ്ങളാണ്. ആദ്യത്തെ ഭാഗത്ത് 7 അടയാളവും 2-ാം ഭാഗത്ത് 1 അടയാളവും. അങ്ങനെ 7+1 8 അടയാളങ്ങളാണ്. എട്ടാമത്തത് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 7 എണ്ണവും പറഞ്ഞതെന്ന് നമുക്കറിയാം. ഈ അടയാളങ്ങൾ വിവരിച്ചിരുന്ന ഈശോ ദൈവപുത്രനാണ്, മിശിഹായാണെന്ന് വിശ്വസിക്കുന്നതിന്, അങ്ങനെ വിശ്വസിക്കുക വഴി അവൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ, നിത്യജീവൻ, ദൈവിക ജീവൻ, സ്വർഗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ആണ് പറയുന്നത്. നമുക്ക് ഇനി ഈ ഭാഗങ്ങളെക്കുറിച്ച്, നമ്മൾ കണ്ട 4 ഭാഗങ്ങളെക്കുറിച്ചും വളരെ ചുരുക്കമായി
കാണാം. ആദ്യത്തെ 18 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു പ്രൊലോഗാണ്, ആമുഖമാണ്. ഇവിടെ വചനത്തിൻ്റെ 4 ഘട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അവിടെ നമ്മൾ കാണുന്നത് സൃഷ്ടിക്ക് മുൻപ് തന്നെ ദൈവത്തോടു കൂടെയുള്ള വചനം, അതാണ് നമ്മൾ കാണുന്നത്. അതായത് അനാദി മുതലേ ദൈവം എപ്പോഴുണ്ടോ അവിടെ പുത്രനുണ്ട്, വചനമുണ്ട്. ത്രിത്വം എന്നും 3 വ്യക്തികളാണ്, ഏകദൈവമാണ്. അപ്പോൾ എപ്പോൾ ദൈവമുണ്ടോ അവിടെ 3 വ്യക്തികളുമുണ്ട്. അതാണ് ആ പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ വചനം എന്നുള്ള ഒരു കൺസെപ്റ്റ് അതുവരെ ഈശോ മനുഷ്യനായി അവതരിക്കുന്നതിന് വരെ വ്യക്തമല്ലായിരുന്നു. അപ്പോൾ അതാണ് യോഹന്നാൻ പറയുന്നത്. അതാണ് ആദ്യത്തെ പ്രീ എക്സിസ്റ്റൻസിൻ്റെ സ്റ്റേജാണിത്. മുൻ അസ്തിത്വമാണ്, അതായത് ആദ്യം മുതലുള്ള അസ്തിത്വമാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ഇതുപോലെ തന്നെയാണ്, ഓർക്കണേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇവിടെ പറയുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചപ്പോൾ. അതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കമോടിയാണ്, ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സൃഷ്ടിക്ക് മുൻപുള്ള അവസ്ഥയാണ്. രണ്ടാമത്തെ ഘട്ടം സൃഷ്ടിയുടെ ഘട്ടമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവമാണ് സൃഷ്ടിക്കുന്നത്. ഈ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് പങ്കുണ്ടായിരുന്നു. കാരണം ദൈവം സൃഷ്ടിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന വചനത്താലാണ്. അപ്പോൾ ആ വചനമാണ് യഥാർത്ഥത്തിൽ ഈശോയായിട്ട് അവതരിക്കുന്നത്, മനുഷ്യനായി അവതരിക്കുന്നത്. പൂർവ്വകാലം മുതൽ തന്നെ, അല്ലെങ്കിൽ അനാദി മുതലേ ദൈവത്തോടു കൂടെയുള്ള സൃഷ്ടികർമ്മം ഏത് കാര്യത്താൽ നടത്തപ്പെട്ടുവോ ആ വചനം. അതാണ് 3ഉം 4ഉം തുടങ്ങിയ വാചകങ്ങൾ നമ്മൾ കാണുന്നത്. 3 സകലവും അവൻ വഴി ഉണ്ടായി. ആര് വഴി? വചനം വഴി ഉണ്ടായി. ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായതല്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അല്ലേ? ആദ്യം സൃഷ്ടിക്കുന്നത് വെളിച്ചമാണല്ലോ. വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെളിച്ചമുണ്ടായി. പിന്നെ ജീവൻ, അവന് ജീവൻ ഉണ്ടായിരുന്നു, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അന്ധകാരത്തിന് ഈ പ്രകാശത്തെ കീഴടക്കാൻ സാധിച്ചില്ല. അതാണ് 3ഉം 4ഉം 5ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ടാം ഘട്ടം അതാണ്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ആദ്യത്തേത് പ്രീ എക്സിസ്റ്റൻസ്, രണ്ടാമത്തേത് ക്രിയേഷനിലാണ്. അതായത് ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടെന്നാണ് അത് പറയുന്നത് അർത്ഥം. അതായത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ഓരോന്നും എടുത്തെടുത്ത് ദൈവം സൃഷ്ടിക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ വചനത്താലാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നത്, വിശുദ്ധരെന്ന് ലഭിക്കാത്തവർക്കും, അതായത് വിജാതികർക്കും, ദൈവത്തിന് വെളിപാട് കിട്ടിയിട്ടില്ലെങ്കിലും ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കണം പ്രപഞ്ചത്തിൽ നോക്കിയിട്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തിയും മഹത്വവുമാണ് ഈ പ്രപഞ്ചം മുഴുവനും പ്രഘോഷിക്കുന്നത്. കാരണം ഇത് മുഴുവനും ഉണ്ടായത് ദൈവത്തിൻ്റെ വചനത്താലാണ്, ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പോൾ ആ വചനം ഈശോ ആയിട്ട് മനുഷ്യനായിട്ട് അവതരിക്കുന്നതിന് മുൻപ് പിതാവിനോടുകൂടിയുള്ള ആ വചനം തന്നെയാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനിലും ഉള്ളത്. അപ്പോൾ അത് എത്രയോ മനോഹരമായൊരു എക്കോ തിയോളജിയാണ് അവിടെ പറയുന്നത്. അതായത് ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ മുഴുവനുമുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവമാണെന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ. അത് സൃഷ്ടിയാണ്. ദൈവം സ്രഷ്ടാവാണ്, ക്രിയേറ്ററാണ്, ഇത് ക്രിയേഷനാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് പ്രതിഫലിപ്പിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം ഈ ദൈവത്തിൻ്റെ വചനമാണ് പ്രവാചകന്മാരിലൂടെ ദൈവം നൽകിയിരുന്നത്. മൂശ തുടങ്ങിയുള്ള എല്ലാ പ്രവാചകന്മാരും സംസാരിച്ച് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വക്താക്കളായിട്ട്, സ്പോക്സ് പേഴ്സൺ ആയിട്ടാണ് പ്രവാചകന്മാർ വർത്തിച്ചത്. കർത്താവ് അരുൾ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ വചനമടങ്ങിയ ചുരുള് ഭക്ഷിക്കാനായിട്ട് ജെറമ്യാ പ്രവാചകനോട് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഏശയ്യായുടെ നാവ് തൊട്ട് അധരം സുഖപ്പെടുത്തി അവനെ അയക്കുന്നത് പ്രവചിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മോശയ്ക്ക് എഴുതി കൊടുത്താണ് ദൈവം ആദ്യം അവനെ പറഞ്ഞു വിടുന്നത്. പിന്നെ പ്രവാചകന്മാർക്ക് തൻ്റെ വചനം കൊടുക്കുന്നു. ഏറ്റവും അവസാനത്തെ പ്രവാചകൻ യോഹന്നാൻ മാംദാനായാണ്, ജോൺ ദ ബാപ്റ്റിസ്റ്റാണ്, സ്നാപയോഹന്നാനാണ്. അതുകൊണ്ടാണ് 6 മുതലുള്ള വാക്യങ്ങൾ, 6, 7, 8 വാക്യങ്ങൾ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, അയാളുടെ പേര് യോഹന്നാൻ എന്നായിരുന്നു. സാക്ഷ്യം നൽകാനായി അവൻ വന്നു, എല്ലാവരും വിശ്വസിക്കേണ്ടതിന്, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. അയാൾ വെളിച്ചമായിരുന്നില്ല, എന്നാൽ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കും. അപ്പം വെളിച്ചം ആരായിരുന്നു? ഞാനാണ് ലോകത്തിന് പ്രകാശമെന്ന് പറയുന്ന ഈശോയാണ്. 8-ാം അധ്യായം 12-ാം വാക്യത്തിലും 9-ാം അധ്യായം 5-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ, ഇതെല്ലാം കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് ദൈവം ആദ്യം സൃഷ്ടിച്ചത് പ്രകാശമാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. ആ വചനം തന്നെയായ, അതിലൂടെയാണ്, ഏത് വചനത്തിലൂടെ ഈ പ്രകാശവും മറ്റും സൃഷ്ടിക്കപ്പെട്ടുവോ ആ വചനം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചത്. അവനാണ് പറയുന്നത്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗ്രഹിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാനാണ് പ്രവാചകനായ സ്നാപയോഹന്നാനെ അയച്ചതെന്നാണ്
6, 7, 8 വാക്യങ്ങൾ പറയുന്നത്. 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയെക്കുറിച്ചാണ്. മനുഷ്യനായ 4ാമത്തെ ഘട്ടമാണ്. മനുഷ്യാവതാരമാണ്. ലോകത്തിലേക്ക് വരുന്ന എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമുണ്ടായിരുന്നു. എല്ലാവരെയും പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വരുന്നത്. അവൻ ലോകത്തിലായിരുന്നു, പക്ഷേ ലോകം അവൻ വഴിയാണ് ഉണ്ടായത്, പക്ഷേ ലോകം അവനെ അറിഞ്ഞില്ല. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ പ്രകാശിതമാകുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന വചനം മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചില്ല. ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തം ജനങ്ങളുടെ പക്കലേക്ക് വന്നു, എങ്കിലും സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. അത് മനുഷ്യാവതാരത്തിൽ സംഭവിച്ച തിരസ്കരണമാണ്. നമുക്കറിയാം ഈശോയുടെ ജീവിതകാലത്ത് ഈശോയ്ക്ക് വലിയ സ്വീകാര്യതയൊന്നും ഉണ്ടായില്ല. പാവപ്പെട്ട കുറേ ശിഷ്യന്മാരും ജനക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 12ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മെ സംബന്ധിച്ച്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ വചനം സ്വീകരിക്കുന്നവർക്ക്, തന്നെ സ്വീകരിക്കുന്നവർക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകിയെന്നാണ്. അതായത് നമ്മളെ ദൈവമക്കളാക്കി. അതുതന്നെയാണ് ദൈവിക ജീവനിൽ പങ്കുപറ്റുക എന്ന് പറയുന്നത്. ഇപ്പോൾ അപ്പൻ്റെ ജീവനിൽ മക്കൾ പങ്കുപറ്റുന്നു. ദൈവത്തിൻ്റെ ജീവനിൽ നമ്മൾ പങ്കുപറ്റുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ലക്ഷ്യം പറഞ്ഞപ്പോൾ, പർപ്പസ് പറഞ്ഞപ്പോൾ 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക വഴി അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ആ ജീവനാണ് ദൈവിക ജീവൻ. ദൈവിക ജീവനിൽ പങ്കുപറ്റുക എന്ന് പറഞ്ഞാൽ ദൈവമക്കളാകുക എന്നാണ്. അതിൻ്റെ പറഞ്ഞ 9-ാം വാക്യത്തിൽ തുടങ്ങിയ സെക്ഷൻ്റെ 4ാമത്തെ ഘട്ടത്തിൻ്റെ കൺക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ക്ലൈമാക്സ് ആയിട്ട് നിൽക്കുന്നത് 14-ാം വാക്യമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസങ്ങളുടെ ഇടയിൽ വസിച്ചു എന്നാണ് പഴയ പരിഭാഷയെങ്കിലും പുതിയ പരിഭാഷയിൽ POC പുതിയ പരിഭാഷ ഇറങ്ങിയല്ലോ. അതിനകത്ത് ഇംഗ്ലീഷ് പരിഭാഷകളിലും പലയിടത്തും ദ വേർഡ് ബിക്കെയിം ഫ്ലെഷ് ആൻഡ് പിച്ച്ഡ് ഹിസ് ടെന്റ് എമംഗ് അസ് എന്നാണ്. നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. അത് പറയാൻ കാരണം ദൈവ സാന്നിധ്യം പഴയ നിയമകാലത്ത് കൂടാരത്തിലായിരുന്നു. സമാഗമ കൂടാരം, ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞിരുന്ന ചെറിയ കൂടാരത്തിലായിരുന്നു യാത്രക്കിടയിൽ, മരുഭൂമി യാത്രയിൽ, വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അടങ്ങിയിരുന്ന ആ വാഗ്ദാന പേടകം, മോശ നൽകിയ 10 കൽപ്പനകളുടെ ആ ഫലകങ്ങൾ, അഹ്റോൻ്റെ വടി, സ്വർഗീയ മന്ന, ദൈവം നൽകിയ മന്ന, ഈ 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത്. ഈ പേടകം സൂക്ഷിച്ചിരുന്ന ടെൻറ്റിന് പറഞ്ഞിരുന്ന പേരാണ് സമാഗമ കൂടാരം. ഈ കൂടാരത്തിൻ്റെ വേറൊരു സ്ഥായിയായ പതിപ്പായിരുന്നു കാനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നിർമ്മിച്ച ദേവാലയം. ഇതെല്ലാം, ഈ കൂടാരം സാക്ഷി കൂടാരമാണെങ്കിലും ദേവാലയമാണെങ്കിലും എല്ലാം ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലങ്ങളായിരുന്നു. ആ ദൈവ സാന്നിധ്യം തന്നെയാണ് ഈശോ എന്ന് ഈശോ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യോഹന്നാൻ പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. വസിച്ചു എന്നുള്ളത് തെറ്റൊന്നുമല്ല, പക്ഷേ അല്പം കൂടി ദൈവശാസ്ത്രപരമായിട്ട് അർത്ഥം വ്യക്തമാക്കുന്നതാണ് കൂടാരമടിച്ചു എന്നുള്ള പ്രയോഗം. ദേവാലയ ശുദ്ധീകരണം യോഹന്നാൻ വിവരിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണല്ലോ. അവിടെ ഇതിന് തെളിവായിട്ട് ഈശോ പറയുന്നുണ്ട്, നിനക്കെന്താണിത് ഈ ശുദ്ധീകരിക്കാൻ അവകാശമെന്നൊക്കെ ഈശോയോട് യഹൂദർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുവിൻ, തകർക്കുവിൻ, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും. 2-ാം അധ്യായം 19-ാം വാക്യമാണത്. എന്നിട്ട് യഹൂദർ അവനോട് ചോദിക്കുന്നുണ്ട്, ഇത് പണിയാൻ ഇത്രയും നീണ്ട കാലം എടുത്തു, നീ ഇത് 3 ദിവസം കൊണ്ട് എന്നതാ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോ എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, ഈശോ ഇത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. 21-ാം വാക്യം. എന്നാൽ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ പറ്റിയാണ് ഈശോ ഇത് പറഞ്ഞത്. എന്താണ് ഉദ്ദേശിച്ചത്? എന്താ ഈശോ പറഞ്ഞത്? നിങ്ങളിത് നശിപ്പിക്കുക, ഞാനിത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന്. അവർ നശിപ്പിച്ചില്ലേ? അവർ നശിപ്പിക്കാൻ നോക്കി, അതാണ് കുരിശിൽ തറച്ചത്. പക്ഷേ ഈശോ അത് 3-ാം ദിവസം കൊണ്ട് പുനരുദ്ധരിച്ചു. അതാണ് ഈശോയുടെ പുനരുത്ഥാനം. അപ്പോൾ അതാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. പിന്നെ 15-ാം വാക്യത്തിൽ വീണ്ടും ആദ്യം 5, 6, 7 വാക്യങ്ങളിൽ 6, 7, 8 വാക്യങ്ങളിൽ പറഞ്ഞ യോഹന്നാനെ കുറിച്ച് തന്നെയാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനായി അവതരിച്ച ഈ വചനമായ ഈശോയും പഴയ നിയമവും മോശയും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. പഴയ നിയമത്തിലും കൃപയുണ്ടായിരുന്നു. മോശയിലൂടെ നൽകപ്പെട്ട 10 പ്രമാണങ്ങൾ പാലിച്ച് സീനാ ഉടമ്പടിയോട് വിശ്വസ്തരായി ജീവിച്ചിരുന്നവർക്ക് രക്ഷയുണ്ടായിരുന്നു, കൃപ കിട്ടുമായിരുന്നു. പക്ഷേ ആ കൃപയ്ക്ക് മേലുള്ള കൃപയാണ് ഇവിടെ ഈശോയോട് കിട്ടുന്നത്. അതാണ് 16-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ ഈശോ നൽകുന്ന കൃപ പഴയ നിയമത്തിലെ നിയമാനുസരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയ്ക്കും മേലാണ്, അതുക്കും മേലാണെന്നൊക്കെ പിള്ളേർ പറയുന്നത്. സൂപ്പർ അബണ്ടൻസ് ഓഫ് ഗ്രേസ് ആണ്. സൂപ്പർ അബണ്ടൻസ്, എല്ലാവർക്കും കൃപ.
വിശ്വസിക്കുന്ന എല്ലാവർക്കും കൃപ. അതാണ് പുതിയ നിയമത്തിൻ്റെ. എന്നിട്ട് 17-18 പറയുകയാണ്, മോശ വഴി നിയമം നൽകപ്പെട്ടുവെങ്കിൽ ഈശോ മിശിഹ വഴി കൃപയും സത്യവും നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ 18-ാം വാക്യം നമ്മൾ മുമ്പേ വായിച്ചതാണ്. യോഹന്നാനും ഈശോയും തമ്മിലുള്ള ബന്ധം പിതാവും വചനവും തമ്മിലുള്ള ബന്ധമാണെന്ന് നമ്മൾ കൂട്ടിച്ചേർത്തു. ഇത് ആമുഖം ഇതാണ്. പിന്നെ ആദ്യത്തെ ഭാഗം ബുക്ക് ഓഫ് സയൻസ് ആണല്ലോ. ബുക്ക് ഓഫ് സയൻസിന് യോഹന്നാനെ കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ടാണ്. സയൻസ് ആരംഭിക്കുന്നത് 2-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായത്തിൽ ഒരു 4 ദിവസത്തെ ഈശോയുടെ ആ ഒരു ആദ്യകാല ദിനങ്ങളാണ്. യോഹന്നാൻ്റെ സാക്ഷ്യം, യോഹന്നാൻ വഴിയൊരുക്കാൻ വേണ്ടി വന്നത് നമുക്കറിയാം. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാനെന്നാണ്. അപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വന്ന യോഹന്നാൻ്റെ അരികെ ഇങ്ങനെ മാമോദിസ പ്രസംഗിച്ച് നടന്നപ്പോൾ ആൾക്കാർ പോയി ചോദിച്ചു, നീ ആരാ? പ്രവാചകനാണോ, ഏലിയയാണോ, മിശിഹായാണോ? അപ്പോൾ അതൊന്നും അല്ലാന്ന് യോഹന്നാൻ പറഞ്ഞു. ഞാൻ മിശിഹ അല്ല, ഞാൻ ഏലിയ അല്ല, ഞാൻ പ്രവാചകനല്ല, ഞാൻ വെറും ഒരു സ്വരം മാത്രമാണ്. ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തിൽ പറയുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമാണ്. അവന് വഴിയൊരുക്കാൻ വേണ്ടി അയക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ താൻ നൽകുന്ന മാമോദിസ അത് തൻ്റെ പിന്നാലെ വരുന്നവനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ മാമോദിസയാണെന്ന് പറയുന്ന യോഹന്നാൻ 29-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ 1:29 ഈശോ നടന്നു വരുന്നത് കാണുമ്പോൾ, തൻ്റെ പക്കലേക്ക് മാമോദിസ സ്വീകരിക്കാൻ വരുന്നത് കാണുമ്പോൾ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രം മുഴുവനും ഇതിനകത്തുണ്ട്. യോഹന്നാൻ ശ്ലീഹ ഈശോയെ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ 4 കുഞ്ഞാടുകൾ നമ്മുടെ മനസ്സിൽ കൂടെ വരും. ഒന്ന്, അബ്രാഹാം ബലിയർപ്പിക്കാൻ പോയപ്പോൾ, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ സംപ്രീതനായി, നീ പുത്രനെ ബലി കഴിക്കണ്ട, കുഞ്ഞാടിനെ ബലി കഴിക്കാൻ പറഞ്ഞ് മുൾപ്പടർപ്പിൽ തലയുടക്കി കിടന്നിരുന്ന കുഞ്ഞാടിനെ ബലി കഴിക്കാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈശോയുടെ മുൻരൂപമാണതെന്നാണ് പറയുന്നത്. കാരണം ആ മുൾമുടി ധരിക്കുന്ന ഈശോയെയാണ് ഇവിടെ മുൾപ്പടർപ്പിൽ കാണുന്നത്. നമുക്ക് വേണ്ടി മരിച്ച പിതാവായ ദൈവം, അബ്രാഹത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഈശോയെ തന്നതിൻ്റെ സൂചനയാണ് എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ ഓർക്കുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന പെസഹ കുഞ്ഞാടാണ്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തമാണ് കട്ടിലപ്പടിയിലുണ്ടായിരുന്നത് കൊണ്ടാണ് സംഹാരദൂതനിൽ നിന്ന് ഇസ്രായേലിലെ ആദ്യജാതർ, ഇസ്രായേൽ കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. അതുപോലെ ഈശോയാകുന്ന കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയുടെ രക്തം ആരെല്ലാം പങ്കുപറ്റുന്നുവോ ആ രക്തത്തിൽ പങ്കുപറ്റുന്നവർക്കെല്ലാം ജീവനുണ്ട്, രക്ഷപ്പെടും. അതാണ് വേറൊരു സൂചന, ഒരു മുൻരൂപം. അതാണ് നമ്മൾ പഴയ നിയമത്തിൽ മോശയുടെ പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈ പാപപരിഹാര ദിനത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം ഒരു ആടിൻ്റെ മേൽ ആവസിപ്പിച്ചിട്ട് ആ ആട്ടിൻകുട്ടിയെ വിജനപ്രദേശത്തേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് വിട്ടിരുന്നു. അങ്ങനെ ജനത്തിൻ്റെ പാപവും വഹിച്ചുകൊണ്ട് ഈ കുഞ്ഞാടങ്ങ് പോകുന്നു. അത് വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്നു. അതായിരുന്നു അപ്പോൾ ജനത്തിൻ്റെ പാപം അത് പരിഹരിക്കുന്നു എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ കുഞ്ഞാട്, അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ വഹിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞാടിനെയും മരണപ്പെടുന്ന മരണത്തിന് വിട്ടുകൊടുക്കുന്ന കുഞ്ഞാടിനെയുമാണ് നമ്മൾ കാണുന്നത്. ഏഷ്യ നബിയുടെ പുസ്തകം, ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 52-53 അധ്യായങ്ങളിൽ സഹനദാസനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ മുൻരൂപമാണല്ലോ ഈ സഹനദാസൻ. വലിയ ആഴ്ചയിൽ നമ്മൾ വായിക്കുന്നത് ഈ സഹനദാസനെ കുറിച്ചുള്ള വിവരണമൊക്കെയാണ്. അപ്പോൾ ഈ സഹനദാസനെ കുറിച്ച് പറയുന്നത്, അറക്കപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു. ഈശോ പിലാത്തോസിൻ്റെയും ഹെറോദോസിൻ്റെയൊക്കെ മുൻപിൽ നിശബ്ദനായിരുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അറക്കപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ആടിനെ പോലെ അവൻ ഒന്നും ഉരിയാടിയില്ല. അപ്പോൾ ഈ 4 ആടുകളുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവരുന്നതാണ് 1-ാം അധ്യായം 29-ാം വാക്യത്തിലെ യോഹന്നാൻ്റെ പ്രസ്താവന, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളത്. ഇതേ വാചകം തന്നെയാണ് 35-ാം വാക്യത്തിൽ വീണ്ടും യോഹന്നാൻ പറയുന്നത്. 2 ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം. അത് കേട്ട് 2 പേര് ഈശോയെ അനുഗമിച്ചു. അന്ത്രയോസും പിന്നെ കൂടെയുള്ളത് മിക്കവാറും യോഹന്നാൻ ആയിരിക്കും. വേറൊരു ശിഷ്യൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ്റെ ആ എളിമ കൊണ്ടായിരിക്കും പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കാരണം യോഹന്നാൻ എന്ന് പറയാൻ കാരണം കൃത്യം മണിക്കൂർ പോലും യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് 10-ാം മണിക്കൂറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് അപ്പോൾ ആ കൃത്യം അന്ന് ഈശോ ആണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് കേൾക്കുമ്പോൾ ഈശോയെ അനുഗമിച്ചു 2 ശിഷ്യന്മാർ. ഈശോ ചോദിച്ചു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? അപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ അവർ കൂടെ പോയി താമസിച്ചു. അങ്ങനെ അവർ രാത്രി മുഴുവനും മിശിഹാനുഭവം അവർക്കുണ്ടായി. ആ മിശിഹാനുഭവമായിട്ട് പിറ്റേ ദിവസം രാവിലെ ശിമയോൻ്റെ പക്കലേക്ക് ഓടുകയാണ് അന്ത്രയോസ്, ശിമയോനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി. അടുത്ത ദിവസം 2-ാമത്തെ ദിവസം ഈശോ ഇങ്ങനെ നിൽക്കുമ്പോഴാണ്
ഫിലിപ്പോസിനെ കാണുന്നത്. ഫിലിപ്പോസിനെ ഈശോ വിളിക്കുകയാണ്. ഗലീലി അതേ നാട്ടുകാരൻ തന്നെയായിരുന്നു. അന്ത്രയോസിൻ്റെയും ശിമയോൻ്റെയൊക്കെ നാട്ടുകാരനായിരുന്നു ഫിലിപ്പോസും. ഫിലിപ്പോസിനെ വിളിച്ചു. ഫിലിപ്പോസും ഈശോയോട് ചേർന്നു. ഈ ഫിലിപ്പോസ് ഈശോയെ കണ്ടെത്തി കഴിഞ്ഞ് ഉടനെ തന്നെ എന്നാ ചെയ്യുന്നത്? നഥാനിയേലിനെ കണ്ട് ഞാൻ മിശിഹായെ കണ്ടു. പഴയ നിയമത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവനെ കണ്ടു എന്നാണ് പറയുന്നത്. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവനെ ഞാൻ കണ്ടു. വന്നേ നീയും വന്ന് പറഞ്ഞ് നഥാനിയേലിനെ കൂട്ടിക്കൊണ്ടുവരിക. നഥാനിയേലിനെ കാണുമ്പോൾ ഈശോ പറയുകയാണ്, ഇതാ നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരൻ, കാപട്യമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നഥാനിയേലിനെ വിശ്വാസത്തിലേക്ക് ചേർക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് വളരെ പ്രകടമാണ്. അതായത് ആരെങ്കിലും ഈശോയെ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരും. യഥാർത്ഥ അനുഭവം ഉണ്ടായാൽ ആ അനുഭവം പങ്കുവയ്ക്കും. അത് നമുക്ക് തന്നെ ഇപ്പം നമ്മുടെ നല്ല പുസ്തകം കണ്ടാൽ നമ്മുടെ കൂട്ടുകാരോട് പറയുക ഇത് നല്ല പുസ്തകം. ഒരു നല്ല ഫിലിം ഉണ്ടിറങ്ങിയാൽ നമ്മൾ കാണാനിടയായ പറയുക ഇതൊരു നല്ല ഫിലിമാണ്, കാണുന്നതാണ് നല്ലതെന്ന് പറയുക. അത് ഈ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പോലും പറയുമെങ്കിൽ വിശ്വാസ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് ഈശോ രക്ഷകനാണ്, ദൈവത്തിനാണ് എന്ന് ശരിയായ അനുഭവം ഉണ്ടായാൽ പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇരിക്കപ്പുറതയില്ല. പിന്നെ പത്രോസ് ലീഹ സംഘത്തിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞില്ലേ, പത്രോസ് യോഹന്നാനും കൂടി, നടപടി പുസ്തകം 4-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ, ഞങ്ങൾക്ക് കണ്ടതും കേട്ടതും പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പ്രഹരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. ആ ഒരു തീക്ഷ്ണതയാണ് യഥാർത്ഥമായ ഒരു ജനുവിനായിട്ടുള്ള മിശിഹാനുഭവം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആണ് നമ്മൾ കാണുന്നത്. അതോടെ 1-ാം അധ്യായം അവസാനിക്കുന്നു. പിന്നെ 2-ാം അധ്യായം ആരംഭം മുതൽ 12-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ കാണുന്നത് 7 അത്ഭുതങ്ങളാണ്. 7 അത്ഭുതങ്ങൾ. ആദ്യത്തെ അത്ഭുതം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങളിൽ വിവരിക്കുന്ന കാനായിലെ വിരുന്നാണ്. രണ്ടാമത്തേത് അത്ഭുതം നടക്കുന്നതും കാനായുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് 4-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളിൽ 47 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന കഫർനാമിലെ രാജസേവകനെ സുഖപ്പെടുത്തുന്നതാണ്. രാജാവിൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന അവൻ്റെ മകനെ, രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നതാണ്. രാജാവിൻ്റെ ഭൃത്യൻ്റെ മകനെ സുഖപ്പെടുത്തുന്നതാണ്. ഈ സംഭവം മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ അത്ഭുതം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യോഹന്നാൻ വിവരിക്കുന്ന ബെത്സാദ കുളക്കരയിൽ 38 വർഷമായിട്ട് തളർവാദം ബാധിച്ച് കിടന്നിരുന്നവനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ്. 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വിവരിക്കുന്ന 15 വാക്യങ്ങൾ വിവരിക്കുന്ന അപ്പം വർദ്ധിപ്പിക്കലാണ്. ഈ അപ്പം വർദ്ധിപ്പിക്കലും അതിന് തൊട്ട് പിന്നാലെ വരുന്ന വെള്ളത്തിന് മീത് നടക്കുന്ന ആ അത്ഭുതവും മറ്റു സുവിശേഷന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 4-ാം അധ്യായത്തിൻ്റെ അവസാനം വിവരിക്കുന്ന ആ രാജസേവകൻ്റെ ഭൃത്യന് നൽകുന്ന സൗഖ്യവും 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വിവരിക്കുന്ന 2 അത്ഭുതങ്ങൾ, ഒന്ന് അപ്പം വർദ്ധിപ്പിക്കുന്നത്, 2 കടലിന് മീത് നടക്കുന്നത്. ഈ 2 അത്ഭുതങ്ങളുമാണ്, ഈ 3 അത്ഭുതങ്ങളാണ് സമവേഷണ സുവിശേഷന്മാർ വിവരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ അത്ഭുതം 9-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ജന്മന അന്ധനായതിന് സൗഖ്യം നൽകുന്നതാണ്. 7-ാമത്തേതും അവസാനത്തേതുമായ അത്ഭുതം അടയാളം ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. ഈശോ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്ഭുതമായിരുന്നു അതെന്നും അവിടെ നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ കാനായിലെ അത്ഭുതം, അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഈശോ തന്നെയാണ് ഇവിടുത്തെ മണവാളൻ, സഭയാണ് മണവാട്ടി, വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിശിഹായുടെ കാലം ഒരു വിവാഹ വിരുന്നിന്, അതായത് പഴയ നിയമത്തിൽ ദൈവം തന്നെ സ്വയം പരിചയപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെ ഭർത്താവ് എന്നാണ്. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. മനുഷ്യബന്ധത്തിന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഭാര്യാഭർത്തൃ ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം, അതിലും ആ ഒരു ഉപമ സ്വീകരിച്ചുകൊണ്ട് ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധം പറയുകയാണ്. ഇസ്രായേലിനോടുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്ന ബന്ധം അത് വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വിശ്വസ്തതയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കർത്താവിനെ വിട്ട്, ദൈവമായ കർത്താവിനെ വിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോയപ്പോൾ അത് വ്യഭിചാരം ചെയ്തു എന്നാണ് പറയുന്നത്. വ്യഭിചാരിയായി എന്നാണ് ഇസ്രായേൽ ജനം വ്യഭിചാരം ചെയ്തു എന്നാണ് പറയുന്നത്. എന്തിനെക്കുറിച്ച്? വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്നത്. അത് ആ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഈശോ ആണ് ഇവിടുത്തെ മണവാളൻ. മണവാട്ടിയെ ഒരുക്കുകയാണ് ചെയ്തത് യോഹന്നാൻ സ്നാപകൻ. ആ ഒരുക്കിയ മണവാട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി മിശിഹ മണവാളൻ പ്രത്യക്ഷപ്പെടുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ സമൃദ്ധമായ വീഞ്ഞ്, മിശിഹയുടെ കാലത്ത് വീഞ്ഞ് സമൃദ്ധിയുടെ അടയാളമാണ്. അപ്പോൾ അത് സമൃദ്ധമായിട്ട് ഈശോ നൽകുന്നത് നമുക്ക് കാണാം. വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി 11-ാം വാക്യമാണ്. അങ്ങനെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്, ആദ്യത്തെ അടയാളമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം.
അത്ഭുതത്തെ അടയാളമെന്ന് ആദ്യം വിളിക്കുന്നത് 2:11 എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്നും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത് ഈശോയുടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ അത്ഭുതം മാത്രമല്ല, മറ്റ് അത്ഭുതങ്ങളെല്ലാം, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം അവിടുത്തെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ദാവായിലെ ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 3-ാം അധ്യായത്തിൽ നിക്കോദേമസുമായുള്ള ഈശോയുടെ സംഭാഷണമാണ്. നിക്കോദേമസ് ഒരു യഹൂദ പ്രമാണിയായിരുന്നു, ഫരിസേയനായിരുന്നു. അവിടുത്തെ പ്രധാന വിഷയം വീണ്ടും ജനനമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ വീണ്ടും ജനിക്കണം. അത് അരൂപിയാലും ജലത്താലുമുള്ള ജനനമാണ് എന്ന് 3-5 വാക്യങ്ങളിൽ, 3-ാം അധ്യായത്തിലെ 3-5 വാക്യങ്ങളിൽ ഈശോ നിക്കോദേമോസിനോട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിന് തുടർച്ചയായിട്ടാണ് ഈശോ തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യമൊക്കെ വ്യക്തമാക്കുന്നത്. 3-ാം അധ്യായം 16-ാം വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സുവിശേഷം എന്ന് പറയുക. സുവിശേഷങ്ങളിലെ സുവിശേഷമെന്നും 3-ാം അധ്യായം 16-ാം വാക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം സുവിശേഷം മുഴുവനും ഇതാണ്. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. എത്രമാത്രം സ്നേഹിച്ചു? തൻ്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം. അതാണ് മനുഷ്യാവതാരത്തിൽ. പക്ഷേ അവിടെ കൊണ്ടും തീർന്നില്ല. എവിടം വരെ നൽകി? അത് കാണിക്കാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ ഇത്രമാത്രം നൽകി. ഈശോ ആ കുരിശിൽ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്നത് അതാണ് കാണിക്കുന്നത്. എന്ത്? കുരിശിൽ മരിക്കുവാൻ മാത്രം പിതാവായ ദൈവം ലോകത്തെ നമ്മെ സ്നേഹിച്ചു. പിന്നെ എല്ലാവർക്കും വേണ്ടിയാണ് രക്ഷ. അവനിൽ വിശ്വസിക്കുന്നവർക്കാണ് കേട്ടോ. തെറ്റിനെക്കുറിച്ച് അനുദപിക്കുന്നവർക്കാണ്, ഈശോയുടെ പക്കലേക്ക് വരുന്നവർക്കാണ്, അവർക്കാണ് രക്ഷ. അനുതാപം പാപമോചനത്തിന്, ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നതിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് പന്നിക്കുഴിയിൽ പോയി കിടക്കുന്ന മകൻ്റെ അരികെട്ട് പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കാൻ പോയില്ല. പക്ഷേ അവൻ അനുതാപത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ, പിതാവിൻ്റെ പക്കലേക്ക് വരാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ പിതാവ് ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു സ്വീകരിച്ചു, സ്വന്തം മകനായിട്ട് സ്വീകരിച്ചു. പന്നിക്കൂട്ടിലേക്ക് പിതാവ് പോയില്ല, കാത്തിരുന്നു പിതാവ് മടങ്ങി വരാൻ വേണ്ടി. ദൈവമായ കർത്താവ് ചേർത്ത് നിർത്തുന്നത്, ഭാവിയെ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷെ ഭാവി എപ്പോൾ അനുതാപത്തിൻ്റെ ആദ്യത്തെ അടയാളമെങ്കിലും കാണിക്കുന്നു അപ്പോൾ മാത്രമാണ്. അതില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്നത് ദൈവികമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 4-ാം അധ്യായത്തിൽ ഈശോയും സമറിയാക്കാരെയും തമ്മിലുള്ള സംഭാഷണമാണ്. സമറിയാക്കാരെ യഹൂദർ ഒരല്പം മോശമായിട്ടാണ് കരുതിയിരുന്നത്. കാരണം ആ പ്രദേശത്തുണ്ടായിരുന്ന യഹൂദർ 8-ാം നൂറ്റാണ്ടിലെ അസീറിയക്കാരുടെ ആ അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ട് അസീറിയക്കാരുമായിട്ട് സങ്കരവർഗമായി തീർന്നു. അതുകൊണ്ട് യൂദയ പ്രദേശത്തുള്ള യഹൂദർ അവരെ വിജാതീയരായിട്ടാണ് കരുതിയിരുന്നത്. ജെറുസലേം ദേവാലയത്തിൽ പ്രവേശനമൊന്നും നൽകിയിരുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈശോ ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വരുന്ന വഴിക്ക് സമറിയ കൂടിയാണ് വരുന്നത്. അവിടെ ദാഹിച്ചിരിക്കുമ്പോഴാണ് വെള്ളം കോരാനായിട്ട് സ്ത്രീ വരുന്നു, കുടിക്കാൻ ചോദിക്കുന്നു. അപ്പോൾ ജീവൻ്റെ ജലത്തെക്കുറിച്ചുള്ള സംഭാഷണം വരുന്നത് അവിടെയാണ്. ഈശോ യഥാർത്ഥത്തിൽ ഈ സമറിയക്കാരെ മുഴുവനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചൂണ്ടയിടുകയായിരുന്നു. ഈ സമറിയക്കാരിയിലൂടെ ഈ ഈശോയുമായിട്ടുള്ള ദീർഘമായ സംഭാഷണം നമ്മൾ കാണുന്നുണ്ട്. അവളുമായിട്ടുള്ളത്, അവൾ വിശ്വാസത്തിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ വന്ന കാര്യം പോലും മറന്നിട്ട് വെള്ളം കോരാൻ വന്നു. ഉച്ചയ്ക്ക് കോരാൻ വന്നത് ആരും കാണാതിരിക്കാനാണ്, ആരും വരാത്ത സമയത്ത് വന്നതൊക്കെയാണ്. പക്ഷേ ആ കുടമൊക്കെ അവിടെ വെച്ചിട്ട് അവൾ പോയി ആരിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു. ആ ജനത്തിൻ്റെ, പട്ടണവാസികളുടെ മുമ്പിൽ പോയി പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം പറഞ്ഞു ഒരുവനെ ഞാൻ കണ്ടു, അവൻ തന്നെയാണ് മിശിഹ എന്ന് നിങ്ങൾ വന്ന് കാണുക. എനിക്ക് ബോധ്യമായി, നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞ് അവരെ ക്ഷണിക്കുകയാണ്. അവർ വന്ന് കാണുക മാത്രമല്ല, ഈശോയെ നിർബന്ധിച്ച് അവരുടെ കൂടെ 2 ദിവസം താമസിപ്പിച്ചു. അങ്ങനെ ആ പട്ടണം മുഴുവനും ആ പാവിനിയിലൂടെ ഈശോയിൽ വിശ്വസിക്കുന്ന രംഗമാണ് 4-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ബെത്സാദ കുളക്കരയിൽ അന്ധന് കിടന്നിരുന്ന 38 സംവത്സരം രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവന് ഈശോ സൗഖ്യം നൽകുന്നതാണ്. അത് സൗഖ്യം നൽകിയത് സാബത്ത് ദിവസമായിരുന്നു. അപ്പോൾ അവർ യഹൂദർ നേതൃത്വം വന്നു, ആ സാബത്ത് ലംഘിച്ചെന്ന് പറഞ്ഞു. അതിലുണ്ടായ വലിയ നന്മയല്ല കാണുന്നത്, പക്ഷെ സാബത്ത് ലംഘിച്ചു എന്നാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, സാബത്ത് ലംഘിച്ചില്ല ഞാൻ. കാരണം ഞാൻ ദൈവമാണ്, ദൈവം സാബത്തിൻ്റെ അധിപനാണ്. ദൈവം സൃഷ്ടികർമ്മം കഴിഞ്ഞ് വിശ്രമിച്ചതാണല്ലോ സാബത്തിൻ്റെ അടിസ്ഥാനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവം വിശ്രമിച്ചെങ്കിലും ഈ സൃഷ്ടപ്രപഞ്ചത്തെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. അത് തുടർന്നുകൊണ്ട് പോവുകയാണ്, അല്ലാതെ സൃഷ്ടിച്ചിട്ടിട്ട് പോവുകയല്ല ചെയ്തത്. അപ്പോൾ ദൈവം നിരന്തരം പ്രവർത്തന നിരതനാണ്. അതുപോലെ തന്നെ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അവസാനം വിധി നടത്തുന്നുമുണ്ട്. ഓരോരുത്തരുടെയും വിധി മരണത്തോടുകൂടി നടക്കുന്നുണ്ടല്ലോ.
ആദ്യത്തെ വിധി, തനത് വിധി. അപ്പോൾ ഈ വിധി നടത്തുന്നുമുണ്ട്. അതെപ്പോൾ സാപത്തിൽ മരിച്ചാലും വന്ന് അവനെ സ്വീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അപ്പോൾ ദൈവം വിശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിൽ. എനിക്കും വിശ്രമിക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവവുമായിട്ടുള്ള തുല്യത അവിടുന്ന് ആ സംഭവത്തിലൂടെ വ്യക്തമാക്കുകയാണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ അപ്പം വർദ്ധിപ്പിക്കലും തുടർന്നുള്ള കടലിന് മീതെയുള്ള നടപ്പുമാണ്. അതായത് അപ്പം വർദ്ധിപ്പിക്കുന്നത് മനസ്സിലായാൽ കടലിന് മീതെ നടക്കാൻ അധികാരമുള്ളവരാണെന്ന് മനസ്സിലാവും. അത് രണ്ടും പരസ്പരം ബന്ധപ്പെടുത്തിയാണ് സുവിശേഷന്മാർ എല്ലാവരും തന്നെ അവതരിപ്പിക്കുന്നത്. കാരണം അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അത്ഭുതങ്ങളാണ്. അപ്പം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നവന് ദൈവികമായ അധികാരമുണ്ട്. അവന് കടലിന് മീതെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവാണ്. അവന് പ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമുണ്ട്. കടലിന് മീതെ നടക്കാൻ സാധിക്കും. പിന്നീട് 6-ാം അധ്യായം മുഴുവൻ ദീർഘമായ പ്രഭാഷണമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. 2 വഴികളാണ് ഈ ജീവൻ പ്രാപിക്കാൻ, ഈ അപ്പം ഭക്ഷിക്കാനായിട്ട് ഈ ദീർഘമായ പ്രഭാഷണത്തിൽ ഈശോ നൽകുന്നത്. ഒന്ന്, ഈശോയിൽ വിശ്വസിക്കുക, ഈശോയുടെ വചനം സ്വീകരിക്കുക. 2, ഈശോയുടെ ശരീരം ഭക്ഷിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ 2 മേശകളുടെ അടിസ്ഥാനം എവിടെയാണ്? ഒന്ന്, വചനം സ്വീകരിക്കുക, അവനിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. പഴയ നിയമത്തിൽ മോശ നിയമം നൽകി, പക്ഷെ മോശയല്ല നിയമം നൽകിയത്, ദൈവമാണ് നൽകിയത്. അന്ന് ആ നിയമം പാലിച്ചാൽ മതിയായിരുന്നു ജീവിക്കാനായിട്ട്, ജീവൻ പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ. പക്ഷേ ഇന്ന് ഈശോ പറയുന്ന വചനം കേൾക്കണം, ഈശോയിൽ വിശ്വസിക്കണം. അതല്ലേ 1:12 പറഞ്ഞില്ലേ, തന്നെ സ്വീകരിച്ചവർക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകാനുള്ള അവകാശം നൽകി. ഇനി ഈ നിത്യജീവൻ പ്രാപിക്കാനുള്ള ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത്, അപ്പോൾ ഒന്ന്, ജീവൻ്റെ അപ്പം, ഈ ദൈവവചനം തന്നെ ജീവൻ്റെ അപ്പമാണ്. ദൈവത്തിൻ്റെ വചനം തന്നെ ജീവൻ നൽകുന്ന അപ്പമാണ്. 2, ഈശോയുടെ ശരീരമാണ്. എൻ്റെ ശരീരം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന എൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം എന്ന് ഈശോ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിൽ 2 മേശകളെ സൂചിപ്പിക്കുന്നതാണ്. 2 മേശകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ബേമ, വചനമേശയിൽ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് നൽകപ്പെടുന്നത്. അവിടെയും അത് ജീവൻ്റെ അപ്പമാണ്. വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, സഭ ഒരുപോലെ ദൈവവചനത്തെയും ഈശോയുടെ ശരീരത്തെയും വണങ്ങുന്നുണ്ട്, ഒരുപോലെ സ്വീകരിക്കുന്നുമുണ്ട്. സഭാപിതാക്കന്മാർ ചോദിക്കുന്നുണ്ട്, കുർബാനയുടെ ഒരു തരി താഴ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ദൈവത്തിന് എത്രയോ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന്. അപ്പോൾ വചനമേശ കുർബാനയുടെ ആദ്യ ഭാഗമാണ്. ആദ്യ ഭാഗം വചനമാണ് അവിടെ നൽകപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുർബാന പോലെ തന്നെ എന്നാണ്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്കും ഈശോ വചനം വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ടല്ലോ. അത് ഒരു ഘട്ടത്തിൽ. 2-ാം ഘട്ടത്തിലാണ് അവരുടെ കൂടെ അപ്പം മുറിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിലും. അതുകൊണ്ട് ബേമ പരിശുദ്ധ കുർബാനയുടെ ആ വചനവേദി വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് 6-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. 7-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം 21 വരെയുള്ള സംഭവങ്ങൾ 2 കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഇത് നടക്കുന്നത് യഹൂദരുടെ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പം വർദ്ധിപ്പിക്കൽ പെസഹാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അപ്പം അവിടെയാണല്ലോ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചിരുന്നതൊക്കെ. അപ്പോൾ അത് ആ പശ്ചാത്തലത്തിൽ ആണ് 6-ാം അധ്യായത്തിലെ സംഭവം. 5-ാം അധ്യായത്തിലെ അത്ഭുതം നമ്മൾ പറഞ്ഞു സാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ 7 മുതൽ 7-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം 21 വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്ന സംഭവങ്ങൾ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. സുക്കോത്ത് എന്നറിയപ്പെട്ടിരുന്ന ടാബർനാക്കിൾസിൻ്റെ ഫീസ്റ്റിലാണ്. ഈ കൂടാര തിരുനാൾ ആഘോഷിച്ചിരുന്ന എന്തിൻ്റെ അനുസ്മരണമാണെന്ന് ചോദിച്ചാൽ, യഹൂദർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കൂടാരമടിച്ച് വിശ്രമിക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും കാലിക്ക് തീറ്റ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മരണം, ദൈവത്തിൻ്റെ പരിപാലനയുടെയും ഇങ്ങനെ മരുഭൂമിയിൽ കഴിയേണ്ടി വന്ന, കൂടാരങ്ങളിൽ കഴിയേണ്ടി വന്നതിൻ്റെയും ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് ഒരാഴ്ചക്കാലം യഹൂദർ വീടിന് പുറത്ത് ചെറിയ ടെൻ്റൊക്കെ കെട്ടി, കുടിലൊക്കെ കെട്ടി പുറത്ത് താമസിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് തോറ വായിക്കുക, ദൈവം പ്രാർത്ഥന നടത്തുക, ഇതൊക്കെ സങ്കീർത്തനം പാടലപിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ആ ദിവസങ്ങളിലെ പരിപാടി. അതിനോടനുബന്ധിച്ച് തന്നെ യെരൂശലേം ദേവാലയത്തിലും വലിയ ആഘോഷം ഉണ്ടായിരുന്നു. ഈ ആഘോഷം 2 വലിയ കർമ്മങ്ങളുണ്ടായിരുന്നു ഈ ആഘോഷത്തിൽ. ഒന്ന്, അടുത്തുള്ള സിലോഹ കുളത്തിൽ നിന്ന് പുരോഹിതന്മാർ വെള്ളം കുടങ്ങളിൽ കൊണ്ടുവന്ന് വലിയ പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചിരുന്നു. അത് മഴയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗം കൂടിയായിരുന്നു, ദൈവിക. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, മഹാദിനത്തിൽ എഴുന്നേറ്റെന്ന് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ പക്കൽ ഒന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ കാണുന്നത് പോലെ, ബലിപീഠത്തിൻ്റെ ചുറ്റും നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ പറയുകയാണ്, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിടുന്ന അരൂപിയെക്കുറിച്ചാണ്, റൂഹാദ് കുരിശായെക്കുറിച്ചാണ്. ആ അരുവി നൽകപ്പെടുന്നത് ഈശോയുടെ കുരിശുമരണത്തോടുകൂടിയാണ്, മഹത്വീകരണത്തോടുകൂടിയാണെന്നും അവിടെ പറയും. 2-ാമത്തെ ഈ കൂടാര തിരുനാളിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് വലിയ ദീപങ്ങളുടെ, വലിയ ദീപ സ്തംഭങ്ങൾ ഉയർത്തി പട്ടണം മുഴുവനും പ്രകാശിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ അത് അന്ന് കറണ്ടൊന്നും ഇല്ലായിരുന്നതുകൊണ്ട്, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നതുകൊണ്ട് അത് ആവശ്യമായിരുന്നു താനും.
അപ്പോൾ ഈ ജെറൂസലം പട്ടണത്തെ ഈ ദീപസ്തംഭങ്ങൾ പ്രകാശിപ്പിക്കുന്നത് പോലെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ഈ വലിയ ദീപങ്ങൾ കത്തി നിൽക്കുമ്പോൾ പറയുകയാണ്, ഇത് ഈ പട്ടണത്തെ പ്രകാശിപ്പിക്കുന്നു, പക്ഷെ ഞാൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവനാണ്. 8:12 അത് പറയുന്നത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് 9-ാം അധ്യായത്തിലെ അടുത്ത അത്ഭുതം. ജന്മന അന്ധനായവന് സൗഖ്യം നൽകുമ്പോൾ ഈശോ എന്ത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്? ഞാൻ ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവന് സൗഖ്യം നൽകുന്നെന്ന് പറഞ്ഞാണ് ജന്മന അന്ധനായവന് സൗഖ്യം നൽകുന്നത്. അതും ദീർഘമായ പ്രഭാഷണമാണ്. 9-ാം അധ്യായം സംഭവ വിവരണമാണ്. 9-ാം അധ്യായം മുഴുവനും അതിൻ്റെ സൂചനകൾ നമ്മൾ ചിലത് പറയുകയും ഉണ്ടായി, സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ ആ ഭാഗം 9-ാം അധ്യായം അവസാനിക്കുന്നത് അന്ധന് കാഴ്ച കിട്ടുന്നു, അവൻ ഈശോയെ തിരിച്ചറിയുന്നു, ഈശോ ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞ് ഈശോയെ ആരാധിക്കുന്നു. പക്ഷേ കാഴ്ചയുണ്ടെന്ന് കരുതിയിരുന്ന യഹൂദർ കാണാതെ പോകുന്നു, അവർ കാണുന്നില്ല. അതാണ് ഈശോ പറയുന്നത്, കാണുന്നവർ കണ്ടിട്ടും കാണാതിരിക്കുന്നു. അപ്പോൾ അതേക്കുറിച്ചാണ് 9-ാം അധ്യായത്തിൻ്റെ അവസാനം ഈശോ പറയുന്നത്. 39-ാം വാക്യം, അന്ധർ കാണുവാനും കാഴ്ചയുള്ളവർ അന്ധരാകുവാനും വേണ്ടി ലോകത്തെ വിധിക്കാനായി ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ അന്ധന് കാഴ്ച കിട്ടുന്നത് നമ്മൾ കണ്ടു. കാഴ്ചയുണ്ടെന്ന് അല്ലെങ്കിൽ എല്ലാം അറിയാമായെന്ന് കരുതിയിരുന്ന യഹൂദ നേതൃത്വം ഈശോയെ തിരിച്ചറിയാതെയും പോകും. അപ്പോൾ ഈശോ പറയുന്നത് അതാണ്. അപ്പോൾ യഹൂദർ ചോദിക്കുകയാണ്, പ്രീശർ ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ അന്ധരാണോ? ഈശോ അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല, കാരണം അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. അപ്പോൾ അറിയുന്നത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴും ആ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കാം. 10-ാം അധ്യായം യഥാർത്ഥത്തിൽ നല്ല ഇടയനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. 9-ാം അധ്യായം 39 മുതലുള്ള യഹൂദ നേതൃത്വം, അന്ധരായി തീർന്ന യഹൂദ നേതൃത്വവുമായിട്ട് താരതമ്യപ്പെടുത്തി ഈശോ യഥാർത്ഥ വെളിച്ചമായി, യഥാർത്ഥ ഇടയനായ ഈ യഹൂദ നേതൃത്വത്തെ ആയിരുന്നു ഇടയരായി നിയമിച്ചിരുന്നത്. അവർ ജനത്തെ നോക്കിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണ്, ഞാനാണ് ഈ നല്ല ഇടയൻ, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈ ആടുകളെ കുറുക്കനെ കാണുമ്പോൾ ഓടിപ്പോകുന്നതല്ല യഥാർത്ഥ ഇടയൻ, അവർ കൂലിക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ യഹൂദ നേതൃത്വവുമായിട്ടുള്ള ഒരു താരതമ്യമാണ് 10-ാം അധ്യായത്തിൻ്റെ വിഷയം. അവിടെ ഈശോ സങ്കീർത്തനം 23 നമ്മൾ കാണുന്നത് പോലെ കർത്താവിൻ്റെ ഇടയനാകുന്നു. അത് പ്രവാചകരിലൂടെ ദൈവം അരുൾ ചെയ്തിരുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിലൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഇടയനായി വരും. അങ്ങനെ ദൈവം തന്നെ ഇടയനായി വന്നതാണ് ഈശോ. നല്ല ഇടയൻ ഈശോയാണ്. അത് ഈ പറഞ്ഞ 9-ാം അധ്യായത്തിലെ അന്ധന് കാഴ്ച നൽകിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ് എന്ന് 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ വ്യക്തമാണ്. 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ വചനങ്ങൾ നിമിത്തം യഹൂദർക്കിടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവരിൽ പലരും പറഞ്ഞു, അവനിൽ പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, നിങ്ങൾ അവനെ എന്തിന് ശപിക്കുന്നു? മറ്റുള്ളവർ പറഞ്ഞു, ഒരു പിശാച് ബാധിതൻ്റെ വാക്കുകളല്ല ഇവ, അന്ധൻ്റെ കണ്ണു തുറക്കാൻ പിശാചിന് കഴിയുമോ? അപ്പോൾ അന്ധൻ്റെ സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് 10-ാം അധ്യായം നിൽക്കുന്നത് എന്ന് 10:21 നിന്ന് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 7:1 ആരംഭിച്ചത് 10:21 തീരുന്നത്. 10:22 മുതലുള്ള വാക്യങ്ങളിൽ 10-ാം അധ്യായത്തിൽ 42 വാക്യങ്ങളാണ്, അല്ലെ 39 വാക്യങ്ങളാണുള്ളത്. 42 ഉണ്ട്. 39 വരെയുള്ള ഭാഗത്ത് വിവരിക്കുന്നത് പ്രതിഷ്ഠയുടെ തിരുനാളാണ്. 22-ാം വാക്യത്തിൽ കാണുന്നു, ജെറൂസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു, അത് ശീതകാലവുമായിരുന്നു, ഈശോ ദേവാലയത്തിലാണ്. അപ്പോൾ പ്രതിഷ്ഠ എന്തിൻ്റെ ആയിരുന്നു എന്നോട് അറിയുന്നത് നല്ലതാണ്. 2-ാം നൂറ്റാണ്ടിൽ യവനരുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി അന്ത്യോക്കസ് എപ്പിഫാനസ് ജെറൂസലേം ദേവാലയം നശിപ്പിക്കുകയും അവിടെ സേവൂസ് ദേവൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് മക്കബായരുടെ വിപ്ലവത്തിൻ്റെ കാലത്ത് അത് വീണ്ടെടുത്തു. അപ്പം വീണ്ടെടുത്ത ദേവാലയം അവർ പുനഃപ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിൻ്റെ ഓർമ്മ എല്ലാ വർഷവും ആഘോഷിച്ചിരുന്നു. അതാണ് പ്രതിഷ്ഠയുടെ തിരുനാൾ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈശോ സ്വയം വെളിപ്പെടുത്തുന്നത്, പിതാവ് എന്നെ അന്ന് ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് താനാണ് എന്ന് 2-ാം അധ്യായത്തിൽ ഈശോ പുതിയ ദേവാലയം ഈശോയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്ത് ഈശോ തന്നെയാണ് ദേവാലയം എന്ന് പറയുന്നതാണ് 10:36 ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് പിതാവ് വിശദീകരിച്ച് ലോകത്തിലേക്ക് അയച്ച് എന്നോട് നീ ദൈവദൂഷണം പറയുന്നു നിങ്ങൾ പറയുന്നു. അതായത് പിതാവ് ഈശോയെ വിശദീകരിച്ച് ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ തന്നെയാണ് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ്.
11 12 അധ്യായങ്ങളിലെ 11 അധ്യായത്തിലെ വിവരണം യഥാർത്ഥത്തിൽ ലാസറിൻ്റെ ഉയിർപ്പാണ്. ഈശോയുടെ സ്നേഹിതനായിരുന്നു ലാസർ. മർത്തായെയും മറിയത്തെയും ആ കുടുംബത്തെ ഈശോ സ്നേഹിച്ചിരുന്നു. ജെറൂസലമിൽ വരുമ്പോഴെല്ലാം അതിനടുത്ത് തന്നെയുള്ള ബഥാനിയായിൽ പോയാണ് ഈശോ താമസിച്ചിരുന്നത്. ലൂക്കാസ് സുവിശേഷകനും 10 അധ്യായത്തിൽ മർത്തായും മറിയവും ഈശോയെ സ്വീകരിക്കുന്ന രംഗമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ലാസറിന് രോഗിയാവുന്നു. ഈശോ കേൾക്കുമ്പോഴേ പോകുന്നില്ല. കാരണം ഈശോ ജീവനും പുനരുത്ഥാനവുമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവിടുന്ന് കാത്തു നിൽക്കുന്നത് പോലെയാണ്. മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചെന്ന് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നു. ജീവൻ നൽകുന്നവനാണ് ഈശോ, ദൈവപുത്രനാണ്. ജീവൻ നൽകാൻ സാധിക്കുന്ന ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ പുനരുത്ഥാനവും ജീവനും താനാകുന്നുവെന്ന് ഈശോ പ്രസ്താവിക്കുന്നത് നമ്മൾ 11 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 7 വാക്യത്തിൽ, 26 വാക്യത്തിൽ ഈശോ 25 മുതലുള്ള വാക്യങ്ങൾ, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നുള്ളത്, അതാണല്ലോ പർപ്പസ് പറഞ്ഞപ്പോഴും യോഹന്നാൻ പറഞ്ഞ കാര്യം അതാണ്. അപ്പോൾ ഇത് കേട്ട് മർത്ത വിശ്വാസം ഏറ്റു പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഹൂദ നേതൃത്വം ഈശോയെ മാത്രമല്ല ലാസറിനെ പോലും മരിക്കാൻ ആഗ്രഹിക്കുകയും അതിന് പ്ലാനിടുകയും ചെയ്യുന്നതാണ് കാണുന്നത്. 11 അധ്യായത്തിൻ്റെ അവസാനത്തിൽ ആ ഒരു രംഗമാണ് ഇങ്ങനെ ഈശോയ്ക്കെതിരെയുള്ള ഗൂഢാലോചന വർദ്ധിക്കുന്നതാണ്. 12 അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ് ഈശോയെ തൈലാഭിഷേകം നടത്തുന്നത് നമുക്ക് കാണാം. ആഘോഷമായിട്ട് ജെറൂസലമിലേക്ക് പ്രവേശിക്കുന്നു. അവസാനത്തെ പരസ്യ പ്രഭാഷണം, അത് കഴിഞ്ഞ് യഹൂദരുടെ വിശ്വാസരാഹിത്യത്തെ ഈശോ കുറ്റപ്പെടുത്തുന്നതും കാണാം. അതോടുകൂടി ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. രണ്ടാം ഭാഗം നമ്മൾ പറഞ്ഞു 13 മുതൽ ആരംഭിക്കുന്ന 20 വരെയുള്ള അധ്യായങ്ങളാണ്. അത് 13 അധ്യായത്തിലെ കാര്യവും നമ്മൾ ചുരുക്കമായി പറഞ്ഞിരുന്നു. കാലുകഴുകലിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അവിടെ 31 മുതലുള്ള വാക്യങ്ങളിൽ പുതിയ കൽപ്പനയെക്കുറിച്ച് പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 13 അധ്യായം 34 35 വാക്യങ്ങൾ. നിങ്ങൾക്കൊരു പുതിയ കൽപ്പന ഞാൻ തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവിൻ. നമ്മെ തിരിച്ചറിയാനുള്ള അടയാളമായിട്ട്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് ഈശോ പറഞ്ഞിരിക്കുന്നത് ഈ പരസ്പര സ്നേഹമാണ്. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഈശോ ജീവൻ നൽകി വരെ സ്നേഹിക്കാൻ തയ്യാറായി. പിന്നെ പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി ഈശോ വെളിപ്പെടുത്തുന്ന സംഭവം നമ്മൾ പറഞ്ഞു. തോമാസ് ലീഹായെ കുറിച്ച് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് 14, 15, 16 അധ്യായങ്ങളിലാണ് നമ്മൾ പരിശുദ്ധ റൂഹായെ ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. 5 സ്ഥലങ്ങളിൽ ഈ ഒരു പ്രഭാഷണത്തിനിടയ്ക്ക് ഈശോ റൂഹായെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതുപോലെ റൂഹായെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുവിശേഷം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യത്തെ വാഗ്ദാനം നമ്മൾ കാണുന്നത് 14 അധ്യായം 15, 16 വാക്യങ്ങളിലാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കും, സദാ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കാൻ വേണ്ടി വേറൊരു സഹായകനെ അവൻ നിങ്ങൾക്ക് തരും. വേറൊരു സഹായകൻ എന്ന് പറയാൻ കാരണം ഈശോയാണ് ആദ്യത്തെ സഹായകൻ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഈശോയാണ് നമ്മുടെ സഹായകൻ, നമ്മുടെ മധ്യസ്ഥൻ അവിടുന്നാണ്. വേറൊരു സഹായകനെ അവിടുന്ന് തരും, റൂഹായെ അയക്കും. എന്താ ചെയ്താലാണ്? എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൽപ്പനകൾ പാലിക്കണം. ഇതേ കാര്യം തന്നെ ഈ അധ്യായത്തിൽ 26, 27 വാക്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. 26, 27 വാക്യങ്ങളിൽ, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ റൂഹ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും, പിന്നെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. റൂഹായുടെ ഫലമാണല്ലോ സമാധാനം. 15-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് മൂന്നാമത്തെ വാഗ്ദാനം. 15-26 നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കായി ഞാൻ അയക്കുന്ന സഹായകൻ, എൻ്റെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാരൂപി വരുമ്പോൾ അവൻ എനിക്ക് സാക്ഷ്യം നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ നിന്നാണ് ഈ റൂഹ പുറപ്പെടുന്നത്? എൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാരൂപി. വിശ്വാസ പ്രമാണത്തിലും ഇതുപോലെ തന്നെ ഹൈഫൻ ഇട്ടിട്ടുണ്ട്, പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നുള്ളത്. അങ്ങനെ പുത്രനിൽ നിന്നും എന്നുള്ളത് ഇല്ല. 15-ാം അധ്യായം 26-ാം വാക്യം വായിച്ചു നോക്കുക. വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്, റൂഹ പുറപ്പെടുന്നത്, പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്, പരിശുദ്ധാരൂപി പുറപ്പെടുന്നത്, റൂഹാദ് കുരിശ പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് തന്നെയാണ്, പുത്രനിലൂടെയാണ്. പുത്രൻ അത് സഹായകനാണ്, നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളവനാണ്. അടുത്തത് നമ്മൾ കാണുന്നത് 16-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിലാണ്. 16-ാം അധ്യായം 7 മുതൽ വീണ്ടും ഈ റൂഹായെക്കുറിച്ച് തന്നെ, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ പക്കലേക്ക് വരികയില്ല, ഞാൻ പോയാൽ നിങ്ങളുടെ പക്കലേക്ക് അവനെ അയക്കും. പിന്നെ 13-ാം വാക്യത്തിൽ വീണ്ടും കാണാം, സത്യാത്മാവ് വരുമ്പോൾ
അവൻ നിങ്ങളെ സകല സത്യങ്ങളിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ഒന്നും പറയുകയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളെ ഓർപ്പിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയുമാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ സ്ലീഹന്മാർ പലതും പല കാര്യങ്ങളും ഉത്ഥാനത്തിന് ശേഷം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത്, എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ അവരെ സഹായിക്കുന്നത് റൂഹാദ് കുരിശായാണ്. ആ റൂഹാദ് കുരിശായാണ് 14, 15, 16 അധ്യായങ്ങളിലായിട്ട് 5 തവണ ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. അത് പന്തകുസ്തായിൽ നിറവേറ്റി. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ പന്തകുസ്തായിലല്ല, ഈശോയുടെ ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ മേൽ ഊതിക്കൊണ്ട് പറയുന്നുണ്ട്. 20 അധ്യായം 22 വാക്യം, 21 മുതൽ വായിക്കാം. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് അരുൾ ചെയ്തു, സമാധാനം നിങ്ങളോടുകൂടെ. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് അരുൾ ചെയ്തിട്ട് അവൻ അവരുടെ മേൽ ഊതി. ദൈവം ഊതി. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ 7 വാക്യത്തിൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞിട്ട് അവൻ്റെ നാസാരന്തരങ്ങളിലേക്ക്, മൂക്കിലേക്ക് ഊതി. ദൈവത്തിൻ്റെ ശ്വാസം, റൂഹ. റൂഹ എന്ന വാക്കിന് ശ്വാസമെന്നും കാറ്റെന്നും അർത്ഥമുണ്ട്. അല്ല, അരൂപി എന്നും അർത്ഥമുണ്ട്. കാറ്റെന്നും അല്ലെങ്കിൽ ശ്വാസമെന്നും അരൂപി എന്നും അർത്ഥമുണ്ട്. വിൻഡെന്നും സ്പിരിറ്റ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസത്തിലൂടെ അവിടുന്ന് നമ്മിലേക്ക് നിവേശിപ്പിച്ചത്, നിശ്വസിച്ചത് അവിടുത്തെ അരൂപിയെ തന്നെയാണ്. ഇതിൻ്റെ ആഘോഷമായ വെളിപ്പെടുത്തലായിരുന്നു, മാനിഫെസ്റ്റേഷൻ ആയിരുന്നു പന്തക്കുസ്താ ദിനത്തിൽ നടന്നത്. 18, 19, 20 അധ്യായങ്ങളെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞ് നിർത്തിക്കൊള്ളാം. 18 നമ്മൾ പറഞ്ഞു, 3 അധ്യായങ്ങളാണ് ഈശോയുടെ സഹന മരണോത്ഥാനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നത്, നീക്കി വച്ചിരിക്കുന്നത് 4 സുവിശേഷന്മാരും. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം ഒരു വലിയ ദാരുണമായ സഹനമൊന്നുമല്ല ഈശോ ഒരു രാജകീയമായിട്ട് മരിക്കുന്നതാണ്. ഈശോയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവർ, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ നസ്രായനായ ഈശോ എന്ന് പറയുമ്പോൾ, അത് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അവർ മറിഞ്ഞു വീഴുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ അവർ മറിഞ്ഞു വീഴുകയാണ്. പക്ഷേ അവരെ എഴുന്നേൽപ്പിച്ചിട്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്, ഞാൻ തന്നെയാണ്, ഇവരെ വിട്ടാരെ, എന്നെ പിടിച്ചോളാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഈശോ, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഒരു രാജകീയ മരണമാണ് അവിടുത്തേത്. വിചാരണയ്ക്ക് പോകുമ്പോഴും അവിടുന്ന് അവരുടെ അധികാരത്തോടുകൂടി തന്നെയാണ് തൻ്റെ സഹനത്തിലേക്ക് ബോധപൂർവം തൻ്റെ സഹനവും മരണവും സ്വീകരിക്കുന്ന ഈശോയാണ് കാണുന്നത്. അവിടത്തേക്ക് ആർക്കെങ്കിലും പാപം ആരോപിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചില്ല. അപ്പോൾ നിഷ്കളങ്കനായിരുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സഹനത്തിലൂടെയും മരണത്തിലൂടെയും വേണം രക്ഷ സാധിക്കാനിരിക്കുന്നത് എന്നുള്ളത് അറിയാമായിരുന്നതുകൊണ്ട് അവിടുന്ന് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുൻപ് 17 അധ്യായത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാനൊരു സൂചന പറഞ്ഞെങ്കിലും 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയെല്ലാം അങ്ങനെയായിരിക്കണം. 6 മുതൽ 5 മുതൽ 8 വരെ എന്ന് പറയാം, പിതാവിനുമായിട്ടുള്ള പ്രാർത്ഥനയാണ്. 9 മുതൽ 19 വരെ തൻ്റെ സ്ലീഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടി, അവരുടെ ഐക്യത്തിന് വേണ്ടിയാണ്. 20 മുതൽ 26 വരെ പ്രാർത്ഥിക്കുന്നത് സ്ലീഹന്മാരിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നതാണ്, പിതാവെ നമ്മളൊന്നായിരിക്കുന്നവർ അവരും ഒന്നായിരിക്കണം. ഈശോ പ്രാർത്ഥിച്ചത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടിയാണ്. ഇന്ന് നമുക്കില്ലാതെ പോകുന്നതും അത് തന്നെയാണ്. ഈശോയുടെ പ്രാർത്ഥനയ്ക്കെതിരെ കൂടിയാണ് നമ്മൾ വിചാരണകൾ നടക്കുന്നത്. നമ്മൾ 18 അധ്യായത്തിൽ കാണുന്നു. അങ്ങനെ മരണത്തിന് വിധിക്കുന്നു പീലാത്തോസ്. മരണത്തിൻ്റെ വിവരണമാണ് 19 അധ്യായത്തിൽ. പക്ഷേ അവിടെയെല്ലാം രാജകീയമായിട്ട്, രാജാവായിട്ട് തന്നെയാണ് എഴുതി വയ്ക്കുന്നതും. യഹൂദന്മാരുടെ രാജാവെന്നാണല്ലോ. ഈശോയിൽ ഒരു കുറ്റവും കാണാൻ പീലാത്തോസിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന, അസ്വസ്ഥനായി. കാരണം ജനം പുറത്താണ് നിൽക്കുന്നത്, പ്രത്തോരത്തിൽ അവർ പ്രവേശിക്കുന്നില്ല. കാരണം അശുദ്ധരാകാതെ പ്രസവാപേക്ഷിക്കേണ്ടതിന് വേണ്ടി. അപ്പം അകത്ത് കൊണ്ടുപോയാണ് ഈശോയെ. അപ്പം അകത്ത് പോയി ഈശോയോട് സംസാരിക്കുന്നു. അപ്പോൾ ഈശോ പറയുന്നത് കേട്ട് പേടിക്കുന്ന പീലാത്തോസ് പുറത്തു വരുന്നു. അവിടെ ചെല്ലുമ്പോൾ ജനം ഭീഷണിപ്പെടുത്തുന്നു, അകത്ത് വീണ്ടും വരുന്നു. ഇങ്ങനെ ഒരു വളരെ നിസ്സഹായനായി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന പീലാത്തോസിനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം ഈശോയുടെ ആ ദൈവിക മഹത്വവും അധികാരവും എല്ലാം വ്യക്തമാണ്. 20 അധ്യായത്തിൽ ശൂന്യമായ കല്ലറ. ആദ്യം കാണുന്നത് മഗ്ദലന മറിയമാണ്. മഗ്ദലന മറിയമാണ് പോയി പറയുന്നത് സ്ലീഹന്മാരോട്. സ്ലീഹന്മാർ പോയി അത് തന്നെ കാണുന്നു. കച്ച മടക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം കള്ളന്മാർ കൊണ്ടുപോയതൊന്നും അല്ല, തലയിൽ ചുറ്റിയ തുണി പോലും മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കല്ലറ തുറന്നു. അപ്പോൾ ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ്. പിന്നെ ഈ മഗ്ദലനക്കാരിക്ക് തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അവൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിടിച്ചു വെക്കാനെന്ന് നോക്കേണ്ട, കാരണം വേറൊരു താൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ ആ ശാരീരിക ശരീരം, മുമ്പുണ്ടായിരുന്ന ശരീരമല്ല, ആ ശരീരമാണ്, പക്ഷേ അത് രൂപാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് അവിടുന്ന് പ്രവേശിച്ചല്ലോ. അവിടുന്ന് എന്തായിരുന്നു അങ്ങോട്ട് മറങ്ങുകയാണ് ചെയ്തത്.
20-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോമാസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനം. സംഭവം നമ്മൾ വിവരിച്ചതാണ്. 28-ാം വാക്യത്തിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള മാർ വാലാഹ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം. 21-ാം അധ്യായത്തിൽ വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെടുന്നതാണ്. കടൽ തീരത്ത്, തിബേരിയാസ് കടൽ തീരത്ത് രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന ശിഷ്യന്മാർക്കൊന്നും കിട്ടാതെ വരുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോ പറയുന്നതനുസരിച്ച് വലയിറക്കി കഴിയുമ്പോൾ അവർക്ക് സമർത്ഥമായി വിളി കൊടുത്തു. അപ്പോൾ യോഹന്നാൻ തിരിച്ചറിഞ്ഞു അതാ നമ്മുടെ കർത്താവാണെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴേ ശിമയോൻ ചാടുകയാണ്. വെള്ളത്തിൽ ചാടി ഈശോയുടെ പക്കലേക്ക് പോകുന്നു. അത് എല്ലാം കഴിഞ്ഞ് ഇവർ കരയ്ക്ക് വലയടുപ്പിച്ച് വരുമ്പോൾ, വലിയ മത്സ്യങ്ങളുമായിട്ട് വരുമ്പോൾ ഈശോ ഇതാ പ്രാതൽ ഒരുക്കി കാത്തിരിക്കുകയാണ്. കുഞ്ഞു മക്കളെ വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഇത് പരിശുദ്ധ കുർബാനയുടെ സൂചനയാണ്. പരിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഈശോയെ. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പം പിടിച്ച മീനിലൂടെ രണ്ടിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം കൂടി അവിടുന്ന് അതിനോട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടെ സ്വീകരിച്ചാണ് അവിടുന്ന്, അതാണല്ലോ നമ്മൾ അർപ്പിക്കുന്ന അപ്പവും മീഞ്ഞുമാണല്ലോ ശരീരരക്തങ്ങളായിട്ട് മാറ്റുന്നത്. 21-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 15 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിനെ അധികാരപ്പെടുത്തുന്നതാണ്. പത്രോസിനോട് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഇടയ ദൗത്യം ഏൽപ്പിക്കുന്നതിന്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. എന്തിനാണ് 3 പ്രാവശ്യം ചോദിക്കുന്നത്? പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞില്ലേ, അതിന് പരിഹാരം ചെയ്യുകയാണ്. ഇതിനുള്ള പരിഹാരം എന്താണ്? തെറ്റിനുള്ള പരിഹാരം സ്നേഹിച്ചുകൊണ്ടാണ്. നമുക്കും തെറ്റ് പറ്റാം. തെറ്റിനുള്ള പരിഹാരം അത് കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ്. ഇവൾ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് ഇവിടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്. പാപിനിയായ സ്ത്രീയോട് ഈശോ പറയുന്നത് ശിമയോൻ്റെ വീട്ടിൽ വെച്ച് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ പത്രോസിനെ കൊണ്ടും പറയുകയാണ്, ഞാൻ സ്നേഹിക്കുന്നു, നിനക്കറിയാവില്ല ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ പത്രോസിനെ മടുപ്പിക്കുകയാണ് പറഞ്ഞ്. പത്രോസ് ആ സ്നേഹം പ്രകടമാക്കുക തന്നെ ചെയ്തു. എങ്ങനെ? കുരിശിൽ മരിക്കാൻ വിധിച്ചപ്പോൾ പറഞ്ഞു, എന്നെ കുരിശിൽ അങ്ങനെ തറയ്ക്കണ്ട, കർത്താവ് മരിച്ചവരെ വേണ്ട, അതിന് ഞാൻ യോഗ്യനല്ല, തലകീഴാക്കി ക്രൂശിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തലകീഴായാണ് ശിമയോൻ പത്രോസ് ക്രൂശിതനാകുന്നത്. അങ്ങനെ അങ്ങേയറ്റം വരെ സ്നേഹമുണ്ട് എന്ന് പത്രോസ് തെളിയിച്ചു. അപ്പോൾ അന്ന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞതിൻ്റെ പരിഹാരം സ്വന്തം ജീവിതം കൊണ്ട് ചെയ്തു. തോമാസ് ലീഹായും ആ വിശ്വാസം തന്നെയാണ് മൈലാപ്പൂർ രക്തസാക്ഷിയായപ്പോൾ തെളിയിച്ചത്. ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ തീക്ഷ്ണതയാണ് നമുക്ക് വേണ്ടത്. മിശിഹാനുഭവം ഉണ്ടാകണം. സ്ലീഹന്മാർക്കുണ്ടായിരുന്ന ആ മിശിഹാനുഭവം, ആ തീക്ഷ്ണതയിൽ നമ്മൾ സാക്ഷ്യം നൽകണം. നമ്മൾ സാക്ഷ്യം നൽകേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്, വരുന്ന തലമുറയ്ക്കാണ്. ഭൗതികമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ നമ്മുടെ സമൂഹം ഇല്ലാതായി പോകും. വിശ്വാസികളെ തന്നെ ഇല്ലാതായി പോകും. പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വിശ്വാസം ക്ഷയിക്കുന്നു എന്ന് പൊതുവേ പറയുമ്പോഴും ആ വിശ്വാസം ക്ഷയിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മുടെ നല്ല മാതൃക കണ്ട്, നമ്മുടെ നല്ല ആരാധനക്രമം കണ്ട്, നമ്മുടെ പരിശുദ്ധ കുർബാന കണ്ട്, അതിൻ്റെ ആ മിസ്റ്ററി ആ അനുഭവത്തിലേക്ക് വന്ന്, ദൈവാനുഭവത്തിലേക്ക് വന്ന്, അങ്ങനെ അവിടെയുള്ളവരും അന്യദേശക്കാരും നമ്മുടെ ദേവാലയത്തിലേക്ക് വരികയും വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണം. അങ്ങനെ തീക്ഷ്ണമായ സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറക്കാതിരിക്കുക, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നമുക്ക് നല്ല മിശിഹാനുഭവം ഉണ്ടാകുന്നതിനും അങ്ങനെ ഈശോയിലുള്ള വിശ്വാസം ആഴപ്പെടുന്നതിനും അങ്ങനെ നമ്മൾ നിത്യജീവൻ അർഹരായി തീരുന്നതിനും യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പഠനം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.